നിറപുഷ്പങ്ങൾ ഓർമ്മയിൽ മിന്നും നാമങ്ങൾ സ്നേഹത്തിൻ നിറപുഷ്പങ്ങൾ ഓർമ്മയിൽ മിന്നും നാമങ്ങൾ അല്ലാഹ് തേടുന്നു നിന്നിൽ ഇന്നും മഗ്ഫിറത്തിൻ പൊൻകടാക്ഷം അല്ലാഹ് തേടുന്നു നിന്നിൽ ഇന്നും മഗ്ഫിറത്തിൻ പൊൻകടാക്ഷം സ്നേഹത്തിൻ നിറപുഷ്പങ്ങൾ ഓർമ്മയിൽ മിന്നും നാമങ്ങൾ സ്നേഹത്തിൻ നിറപുഷ്പങ്ങൾ ഓർമ്മയിൽ മിന്നും നാമങ്ങൾ അല്ലാഹ് തേടുന്നു നിന്നിൽ ഇന്നും മഗ്ഫിറത്തിൻ പൊൻകടാക്ഷം اللهم صل على سيدنا محمد وعلى آل سيدنا مولانا حبيبنا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله العلي العظيم. قال رسول الله صلى الله عليه وسلم اذكروا محاسن موتاكم. صدق محمد صلى الله عليه وعلى آله وأصحابه أجمعين. ബഹുമാന്യനായ അധ്യക്ഷൻ നസ്രുദ്ദീൻ ദാരിമി ഉസ്താദ് അവർകൾ, ബഹുമാന്യനായ സയ്യിദ് മുസ്തഫ അവർകൾ, സുഹൃത്ത് ഫഹദ്, വേദിയെ ധന്യമാക്കിയ മറ്റ് പണ്ഡിത സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകർ, അല്ലാഹു ഈ സദസ്സ് നമ്മളിൽ നിന്നും ഖബൂൽ ചെയ്യുമാറാകട്ടെ. നാം അനുസ്മരിക്കുന്ന സുന്നത്ത് ജമാഅത്തിന് വേണ്ടി കഠിനമായി യത്നിച്ച നദീർ എന്ന നമ്മുടെ സുഹൃത്ത് അല്ലാഹു തആല ഈ സദസ്സിന്റെ ബറക്കത്തുകൊണ്ട് ഇവിടെ പാരായണം ചെയ്ത പ്രവാചക പ്രകീർത്തനത്തിന്റെ ബറക്കത്തുകൊണ്ട് അവന്റെ ഖബറിടം സ്വർഗത്തിന്റെ ഭാഗമാക്കി കൊടുക്കുമാറാകട്ടെ. ഇവിടെ ഇങ്ങനെ ഒരു അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ച സാഹചര്യത്തെ പറ്റി ഞാൻ കൂടുതൽ ഓർമ്മപ്പെടുത്തേണ്ടതില്ല. എന്ന എല്ലാ നിലക്കും സുസമ്മതനും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് കർമ്മധീരനായി പ്രവർത്തിക്കുകയും ചെയ്ത, ആകസ്മികമായി നമ്മളോട് യാത്ര പറഞ്ഞ നദീർ എന്ന സുഹൃത്ത്, അദ്ദേഹത്തെ അനുസ്മരിക്കുന്നതിലൂടെ അഷ്റഫുൽ ഖൽഖ് ഷഫീഉൽ വറ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്ത് നടപ്പിൽ വരുത്തുകയാണ് ഇവിടത്തെ പ്രവർത്തകർ ചെയ്തത്. അള്ളാഹുവിന്റെ പ്രവാചകർ സമൂഹത്തെ ഓർമ്മപ്പെടുത്തുന്നത് കാണാം. ഉദ്കുറു മഹാസിന മൗതാക്കും, നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ നന്മകൾ നിങ്ങൾ പറയണം. ഈ ലോകത്തെ താൽക്കാലികമായ ജീവിതത്തിന് വിരാമം കുറിച്ച് പാരത്രിക ലോകത്തേക്ക് മുന്നേ നടന്നുപോയവർ, അവർ ഈ ദുനിയാവിൽ ജീവിച്ചിരുന്ന സമയത്ത് അവരുടെ വാക്കിലും പ്രവർത്തനത്തിലുമൊക്കെയായി നാം ആസ്വദിച്ച
നാം അറിഞ്ഞ് ഉൾക്കൊണ്ട നന്മകൾ അത് നിങ്ങൾ പറയണമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയും അവിടത്തെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുകയും ചെയ്തിരുന്നു. ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അവിടത്തെ മഹാരഥന്മാരായ സഹാബത്ത് യാത്ര പറയുമ്പോൾ, അവിടത്തെ ഭാര്യമാർ യാത്ര പറഞ്ഞപ്പോഴൊക്കെ അവരുടെ നന്മകൾ സമൂഹത്തെ പരിചയപ്പെടുത്തുകയും അവർ വഴിയായി കാണിച്ചു തന്ന ആ നന്മകളെ ഏറ്റെടുക്കാനും അത് മാതൃകയാക്കാനും അള്ളാഹുവിന്റെ പ്രവാചകർ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ബീവി ഖദീജത്തുൽ കുബറ റളിയല്ലാഹു അൻഹയെ പറ്റി ധാരാളം സമയങ്ങളിൽ ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ വഫാത്തിന് ശേഷം അനുസ്മരിച്ചതായി കാണാം. ഇതുപോലെ തന്നെ ചില ആളുകൾക്കൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, വലിയ നേതൃത്വം നേതാക്കൾ മരിക്കുമ്പോഴാണ്, വലിയ നേതൃത്വം മരണപ്പെടുമ്പോഴാണല്ലോ അനുസ്മരണ സമ്മേളനം നടത്തുക എന്ന്. ഒരിക്കലും അല്ല. ഒരു മുസ്ലിം എത്ര ഉന്നതനാണെങ്കിലും അതല്ലെങ്കിൽ എത്ര സാധാരണക്കാരനാണെങ്കിലും വിശ്വാസി എന്ന നിലക്കും പരിശുദ്ധമായ ദീനിന്റെ പ്രവർത്തകർ എന്ന നിലക്കും നല്ല കാര്യങ്ങൾ സമൂഹത്തിന് പഠിപ്പിച്ച മാതൃകയാക്കി കാണിച്ചു കൊടുത്ത വ്യക്തി എന്ന നിലക്കും ആദരിക്കപ്പെടാൻ അർഹനാണ് എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. എന്തിനധികം അള്ളാഹുവിന്റെ പ്രവാചകരുടെ ഹദീസുകൾ നമ്മൾക്ക് കാണാം. കേവലം പള്ളി അടിച്ചുവാരിയിരുന്ന ഒരു മനുഷ്യൻ, പള്ളിയും പരിസരവും അടിച്ചുവാരിയിരുന്ന ഒരു മനുഷ്യൻ, ആ പള്ളിയും പരിസരവും വൃത്തിയാക്കിയിരുന്ന മനുഷ്യന്റെ ഖബറിങ്കൽ ചെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചു എന്ന് പരിശുദ്ധ ഇസ്ലാമിന്റെ ഹദീസ് ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഏതു മനുഷ്യൻ നല്ല കാര്യങ്ങൾ ആര് ചെയ്തുവോ ആ നല്ല കാര്യങ്ങൾ അനുസ്മരിക്കപ്പെടേണ്ടതും അവരെ ആദരിക്കപ്പെടേണ്ടതും അത് ഉൾക്കൊള്ളേണ്ടതും ആണ് എന്ന് ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സംഭവത്തിലൂടെ മഹാന്മാരായ സഹാബത്തെ കിറാമിന് പഠിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് പള്ളിയും പരിസരവും അടിച്ചുവാരിയ മനുഷ്യൻ മരണപ്പെട്ടിട്ട് പോലും ദുല്ലൂനി അലാ ഖബറിഹി, അദ്ദേഹത്തിന്റെ ഖബർ അത് സ്ത്രീയാണ് അല്ല പുരുഷനായിരുന്നു എന്നും ഹദീസിന്റെ റിപ്പോർട്ടിൽ കാണാം. ഖബർ എനിക്ക് കാണിച്ചു തരണമെന്ന് ആവശ്യപ്പെടുകയും ആ ഖബറിന്റെ ചാരത്ത് പോയി അല്ലാഹുവിന്റെ ഹബീബ് അതേ മയ്യത്ത് നിസ്കാരം നിർവഹിക്കുകയും ചെയ്തത്. എങ്കിൽ നമ്മളിൽ നിന്നും യാത്ര പറഞ്ഞ നദീർ എന്ന സുഹൃത്ത് എന്തുകൊണ്ടും അനുസ്മരിക്കപ്പെടാനും എന്തുകൊണ്ടും അതേ മാതൃകയായി നാം മനസ്സിലാക്കാനും യോഗ്യനായിരുന്നു എന്ന് എന്നേക്കാൾ കൂടുതൽ അറിയുന്നവരാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആയുസ്സും ആഫിയത്തും ആരോഗ്യവും യുവത്വവും അത് പരിശുദ്ധമായ ദീനിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി അഹോരാത്രം കഠിനാധ്വാനം ചെയ്യുകയും മരിക്കുന്ന അതേ സമയത്ത് പോലും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിൽ മുഴുകുകയും ദീനിനു വേണ്ടി തന്റെ കൂട്ടുകാരെ നന്മയുടെ വഴിയിലേക്ക് ആനയിക്കുകയും ചെയ്തൊരു സുഹൃത്ത്, അദ്ദേഹത്തെ അനുസ്മരിക്കാൻ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി അത് മാതൃകയായി കണ്ട് അതേ മുന്നോട്ട് സഞ്ചരിക്കാൻ ഞാനും നിങ്ങളും വലിയ ബാധ്യസ്ഥരാണ്. അത് മാതൃകയാക്കുമ്പോഴാണ് സത്യത്തിൽ നമ്മൾക്ക് യഥാർത്ഥമായ വഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ ഇവിടെ വന്നപ്പോഴും ഇപ്പോൾ ബഹുമാന്യനായ സുഹൃത്ത് ഫഹദ് പറയുന്നത് കേട്ടു. ഇവിടെ ഒരു മത്സര പരിപാടി നടന്നു. വിദ്യാർത്ഥികൾക്ക് കൊടുക്കേണ്ട സമ്മാനത്തെ പറ്റി ചർച്ച ചെയ്തപ്പോൾ ആ വളർന്നു വരുന്ന SBS കുഞ്ഞുമക്കൾ ആ മക്കൾക്ക് സമ്മാനമായി നൽകേണ്ട ഗ്രന്ഥം
അത് ഏതാണെന്നതിനെ പറ്റി രണ്ടഭിപ്രായമില്ലാതെ നിർബന്ധ ബുദ്ധിയോടെ നദീർ തെരഞ്ഞെടുത്തത് നമ്മൾക്ക് മുന്നേ സഞ്ചരിച്ച ഓ ഖാലിദ് എന്ന് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ ഏത് പ്രവർത്തകരുടെയും വലിയ മാതൃകയായ ഓ ഖാലിദ് എന്ന സുഹൃത്തിന്റെ അനുസ്മരണ ഗ്രന്ഥമാണ്. ഓ ഖാലിദിനെ പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥമാണ്. അത് തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞ് അത് ലഭിക്കാൻ സമ്മാനം വിതരണം ചെയ്യുന്ന പരിപാടി വൈകിപ്പിച്ച് ഓ ഖാലിദിന്റെ ആ അനുസ്മരണ പുസ്തകം വരുത്തി വളർന്നു വരുന്ന SDS പ്രവർത്തകർക്ക് സമ്മാനമായി അത് നൽകാൻ നദീർ എന്ന സുഹൃത്ത് നിർബന്ധം പിടിച്ചത് ഒരുപക്ഷെ അവന്റെ ജീവിതത്തിൽ ഇതുപോലുള്ള നല്ല വഴിയിലേക്ക് വളരെ നല്ല രൂപത്തിൽ സഞ്ചരിക്കാൻ മാതൃകയായത്, അനുഭവ പാഠമായി മനസ്സിലാക്കിയത്, മാർഗദർശനമായി ഉൾക്കൊണ്ടത് ഓ ഖാലിദ് സാഹിബിന്റെ ആ ജീവിത കഥയായിരിക്കാം. അദ്ദേഹത്തിന്റെ അനുസ്മരണത്തിൽ ബഹുമാനപ്പെട്ട MA അബ്ദുൽ ഖാദർ ഉസ്താദ് അവർ പോലും രേഖപ്പെടുത്തിയില്ലേ, കേരളത്തിലെ പണ്ഡിത തറവാട്ടിലെ വലിയ തേജസ്വിയായ ബഹുമാനപ്പെട്ട MA അബ്ദുൽ ഖാദർ ഉസ്താദ് അവർ പോലും ഓർമ്മപ്പെടുത്തി, എന്തുകൊണ്ടും പല വിഷയത്തിലും ഓ ഖാലിദ് എന്നെ പോലുള്ള മുന്നിൽ നിൽക്കുന്ന പണ്ഡിത നിരക്ക് പോലും മാതൃകയായിരുന്നു എന്ന് ഒരു SSFന്റെ പ്രവർത്തകനെ പറ്റി, ഒരു SSFന്റെ കൂട്ടുകാരനെ പറ്റി MA അബ്ദുൽ ഖാദർ ഉസ്താദിനെ പോലുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തണമെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം ആ നിലക്ക് ധന്യമായിരുന്നു എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഗ്രന്ഥം തന്നെ വളർന്നു വരുന്ന കൂട്ടുകാർക്ക് സമ്മാനമായി നൽകി അവരെ കൊണ്ടത് വായിപ്പിച്ച് വളർന്നു വരുന്ന തലമുറയെ SDS എന്ന ബാലസംഘത്തെ സുന്നത്ത് ജമാഅത്തിന്റെ അടിത്തറയിൽ അടിയുറപ്പിച്ചു നിർത്താനുള്ള ശക്തമായ ഒരു താല്പര്യമായിരുന്നിരിക്കാം നദീർ ആ പുസ്തകം തന്നെ പ്രവർത്തകർക്ക് സമ്മാനമായി നൽകണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഇതുപോലെ നമ്മളുടെ മുൻഗാമികളായ പ്രവർത്തകർ അവർ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന്റെ മാർഗങ്ങൾ, വഴികൾ അത് നാം അനുസ്മരിക്കുകയും ആ അനുസ്മരണത്തിലൂടെ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തുകയും നമ്മുടെ ജീവിതത്തിലെ സംഘടനാ രംഗത്തെ പ്രാക്ടിക്കൽ തലത്തിലുള്ള മാർഗദർശനങ്ങൾ കണ്ടെത്താനുള്ള വഴികളാക്കി മാറ്റുകയും ചെയ്യണമെന്ന് ഈ സമയത്ത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട്, പ്രത്യേകിച്ച് SYSന്റെയും SSFന്റെയും എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് ഞാൻ ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഒരു പ്രവർത്തകൻ ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞാൽ പ്രവർത്തകനായി ജീവിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ സേവകനായ നിലയിൽ സേവന പാതയിൽ മരണപ്പെട്ടാൽ അതേ പ്രവർത്തകന് കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ പറ്റി വിലയിരുത്താൻ ഏറ്റവും ഉപകരിക്കുന്നതാണ് ഈ സദസ്സ്. വലിയ ലോകം അറിയുന്ന ഒരു നേതാവിന്റെ അനുസ്മരണമൊന്നുമല്ല. എന്നിട്ടും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരും കാർന്നവന്മാരും യുവാക്കളുമൊക്കെ ഒരുമിച്ചുകൂടി ആ യാത്ര പറഞ്ഞ സഹോദരന് വേണ്ടി ദുആ ചെയ്യാൻ അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞതുപോലെ അവന്റെ നല്ല കാര്യങ്ങൾ പറയാൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ് ചൊല്ലി അതേ അവന് വേണ്ടി ഹദിയ ചെയ്ത് ദുആ ചെയ്യാൻ ഇത്രയും പ്രവർത്തകരും കാർന്നവന്മാരും നേതാക്കളും എല്ലാം ഒരുമിച്ച് കൂടിയത് തന്നെ അവന്റെ പ്രവർത്തനത്തിന്റെ ഇഖ്ലാസിന്റെ ആത്മാർത്ഥതയുടെ ഏറ്റവും വലിയ തെളിവായി ഞാൻ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ചു നോക്കണം. എറണാകുളത്തെ ഹോസ്പിറ്റലിന്റെ മോർച്ചറി പലപ്പോഴും പാതിരാ സമയത്ത് സന്ദർശിക്കേണ്ട അവസ്ഥ, സന്ദർശിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നവനാണ് സംഘടനാ പ്രവർത്തകർ എന്ന നിലക്ക് വിനീതനായ ഞാൻ. പക്ഷേ പല അനുഭവങ്ങളാണ് അവിടെ ഉണ്ടാകാറുള്ളത്. ചില ആളുകൾ മരണപ്പെട്ടു എന്നറിയുമ്പോൾ ആ മരണപ്പെട്ട് അവരുടെ ബോഡി എറണാകുളം ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ ഉണ്ട് എന്ന് വിവരം കിട്ടുമ്പോൾ രാത്രി അവിടെ ചെല്ലുന്ന സമയത്ത് ആ ബോഡി അതേ മോർച്ചറിയിൽ അനാഥമായി ഇങ്ങനെ കിടക്കുന്നത് കാണാം. അതേസമയം
ഒരു സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാണെങ്കിൽ അവൻ മരണത്തിലും അനാഥനാകുന്നില്ല, മരണത്തിലും സനാഥനാണ് എന്നതിന്റെ ധാരാളം തെളിവുകളാണ് ഈ സമയങ്ങളിലെല്ലാം എന്റെ മനസ്സിൽ പതിയുന്നത്. ഇപ്പോഴും നദീറിന്റെ അനുസ്മരണത്തിൽ പങ്കെടുക്കുമ്പോൾ എന്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത് അതേ അവൻ മരണപ്പെട്ട ആ ഡിസംബർ 6 രാത്രിയുടെ യാമങ്ങളാണ്, രാത്രിയുടെ ആ ഇരുൾ മുറ്റിയ രാത്രിയുടെ നിമിഷങ്ങളാണ് എന്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത്. അവൻ അതേ ആക്സിഡന്റിൽ പെട്ട സമയത്ത്, ആക്സിഡന്റിൽ പെട്ടു എന്നറിഞ്ഞ് എറണാകുളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എന്നറിയുമ്പോൾ തന്നെ എനിക്ക് ആദ്യം ഫോണ് വരുന്നത് ഖത്തറിൽ നിന്നാണ്. ഖത്തറിലുള്ള ഹുസൈൻ എന്നൊരു സുഹൃത്ത് ഖത്തറിൽ നിന്നോട് വിളിച്ചു പറഞ്ഞു, സഖാഫി 3 പീടികയിലെ നദീർ എന്ന സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകൻ ആക്സിഡന്റിൽ പെട്ടിട്ടുണ്ട്, ആവശ്യമായ സഹായങ്ങൾ ചെയ്യണം, അതുപോലെ തന്നെ ദുആ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ബ്ലഡ് വേണമെന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്നവർ വിളിച്ചു. അതിനാവശ്യമായ എറണാകുളത്തെ ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെടുത്തി അവരെ വിളിച്ച് വിവരമറിയിച്ചു. അവിടെ നിന്നിങ്ങോട്ട് അവൻ മരണപ്പെട്ടു എന്ന വിവരം എനിക്ക് കിട്ടുന്നത് അതേ ആലപ്പുഴയിൽ ഇതുപോലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുമ്പോഴാണ്. പരിപാടി കഴിഞ്ഞ് രാത്രി പാതിരാ സമയത്ത് എറണാകുളത്തെ ജനറൽ ഹോസ്പിറ്റലിന്റെ മോർച്ചറി അനേകം ബോഡികൾ അനാഥമായി കിടക്കേണ്ടി വരുന്ന പ്രേതാലയം പോലെയുള്ള ആ മോർച്ചറിയുടെ മുറ്റത്തേക്ക് രാത്രി 12 മണിയോടടുത്ത സമയത്ത് എത്തുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത് മരണത്തിലും അനാഥനാകാതെ നദീർ എന്നൊരു സുഹൃത്തിനെയാണ്. കാരണം അദ്ദേഹത്തിന്റെ ബോഡി ആ മോർച്ചറിയുടെ ഉള്ളിൽ വിശ്രമിക്കുമ്പോൾ പുറത്തു നിന്നുകൊണ്ട് പരസ്പരം കെട്ടിപ്പിടിച്ച് ഏങ്ങലടിക്കുന്ന അതേ ഇവിടെയുള്ള ഫഹദിനെയും അതുപോലെ ഷുക്കൂർ ഷംസീർ എന്ന് പറയുന്ന മറ്റു 2 സുഹൃത്തുക്കളെയുമാണ്. ഒരു സുഹൃത്ത് മുന്നേ യാത്ര പറഞ്ഞ് മോർച്ചറിയിൽ കിടക്കുമ്പോൾ മരണപ്പെട്ടു പോയ ആ മനുഷ്യൻ, അദ്ദേഹം ഡെഡ് ബോഡി ആയിട്ടുണ്ട്, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നേരെ വീട്ടിൽ പോയി അല്ലെങ്കിൽ സൗകര്യമുള്ള സ്ഥലത്ത് പോയി തങ്ങി രാവിലെ വന്ന് മറ്റു കാര്യങ്ങളൊക്കെ നിർവഹിക്കാം എന്ന് ചിന്തിക്കുന്നതിന് പകരം സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് ആദർശ ധീരതയോടെ തങ്ങളോടൊപ്പം മുന്നിൽ നിന്ന് കൂട്ടുകാരനെ അതേ ഈ റബ്ബിന്റെ ഖദാഇനനുസരിച്ച് അവൻ മോർച്ചറിയിലായപ്പോൾ അവിടെയും അവനെ അനാഥനാക്കുന്നില്ല, അവന് വേണ്ടി പ്രാർത്ഥിക്കാന്, അവിടെ കഴിയുന്ന രൂപത്തില് ഖുർആൻ ഓതാന്, അവിടെ നിന്ന് അതേ കഴിയുന്ന രൂപത്തില് ഇഖ്ലാസോടെ ദുഃഖത്തോടെ റബ്ബിനോട് കൈ ഉയർത്തി പ്രാർത്ഥിക്കാന് പാതിരാ സമയത്ത് ആ മോർച്ചറിയുടെ പടിവാതിക്കൽ കാത്തു നിൽക്കുന്ന ഈ 3 സുഹൃത്തുക്കൾ പരസ്പരം അതേ കെട്ടിപ്പിടിച്ചു നിന്ന് ഏങ്ങലടിച്ച് കണ്ണുനീർ പൊഴിക്കുന്ന 3 ചെറുപ്പക്കാരെ കണ്ടപ്പോൾ ഒരു പ്രവർത്തകന്റെ മൂല്യം, ഒരു പ്രവർത്തകന്റെ നേട്ടം ഞാൻ മനസ്സിലാക്കി. അവരോട് പാതിരാ സമയത്ത് ഞാൻ അടുത്ത് വിളിച്ചിരുത്തി കുറെ കാര്യങ്ങൾ പറഞ്ഞു. നാം ഇവിടെ ഒരിക്കലും പകച്ചു നിന്നുകൂടാ, ഇവിടെ ഒരിക്കലും നാം പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല, പരസ്പരം ക്ഷമിക്കുകയും പരസ്പരം സമാധാനിപ്പിക്കുകയും സുഹൃത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും അനന്തര കാര്യങ്ങൾ അതേ ഉടൻ തന്നെ നിർവഹിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യണമെന്ന് പറഞ്ഞ് ആ പാതിരാ സമയത്ത് അവരോടൊപ്പം ചേരുമ്പോൾ അപ്പോൾ അതാ ഒരു പ്രവർത്തകന് വേണ്ടി സഹകരിക്കാൻ കഴിഞ്ഞതിന്റെ ഒരു സമാധാനം. അവിടെ നിങ്ങോട്ട് സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്ക്, ജനറൽ ഹോസ്പിറ്റലിൽ ധാരാളം ബോഡികൾ എത്താറുണ്ട്. ആ ബോഡികൾ എത്തുമ്പോൾ എന്താണ് ചെയ്യാറുള്ളത്? അവിടെ നിന്ന് അതേ മരണപ്പെട്ട് ആ മയ്യത്ത് എങ്ങനെയെങ്കിലും പോസ്റ്റ്മോർട്ടം നടത്തി കീറി മുറിച്ച് അവിടെ നിന്ന് മയ്യത്തിനോട് ചെയ്യേണ്ട മര്യാദകളും മയ്യത്തിനോട് ചെയ്യേണ്ട കാര്യങ്ങളും പാലിക്കാതെ അതേ മയ്യത്ത് കൊണ്ടുപോകലാണ് പതിവ്. പക്ഷേ ഒരിക്കലും അതിന് മുതിരാതെ ഇവിടെ നിന്ന് ഇവിടത്തെ ജില്ലയിലെ നേതാക്കൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു നിരന്തരം. അതുപോലെ ബഹുമാനപ്പെട്ട തങ്ങൾ ഉമരിയയിലെ തങ്ങളവറുകൾ അങ്ങോട്ട് വന്ന് ഹോസ്പിറ്റലിൽ വന്ന് അവന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് മുമ്പ് അവിടെയുള്ള പ്രഗത്ഭരായ ഡോക്ടർമാരെ കണ്ട് അതിനാവശ്യമായ കാര്യങ്ങൾ
ചെയ്യാൻ വേണ്ടി പറയുകയും അതിനുശേഷം അതാ ഒരു മുസ്ലിമിന്റെ മയ്യത്തിനോട് പാലിക്കേണ്ട മുഴുവൻ മര്യാദകൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി അവർ വിട്ടുതരുമ്പോൾ മയ്യത്ത് കുളിപ്പിക്കേണ്ട രൂപത്തിൽ അതേ പ്രവർത്തകർ തന്നെ അവന്റെ മയ്യത്ത് കുളിപ്പിക്കുകയും അതുപോലെ അവന് തയമം ചെയ്യിപ്പിച്ചു കൊടുക്കുകയും അവിടെ നിന്ന് കഫൻ ചെയ്ത് ആ മയ്യത്ത് പുറത്തേക്കെടുക്കുമ്പോൾ ആ ഒരു സ്ഥലത്തൊരാൾ മരണപ്പെട്ടാൽ മറ്റു സ്ഥലത്തേക്ക് നീക്കം ചെയ്യുന്നതിനു മുമ്പ് കുളിപ്പിച്ച് കഫം ചെയ്ത് മയ്യത്ത് നിസ്കരിക്കണമെന്ന് ദീനിന്റെ നിയമം. ആ നിയമം പാലിച്ച് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിന്റെ മുന്നിൽ വെച്ച് അതേ ആ മയ്യത്തിനോടുള്ള ആദരവ് എന്ന നിലക്ക് അവിടെയുള്ള പ്രവർത്തകരും സുന്നത്ത് ജമാഅത്തിന്റെ അവിടുത്തെ നേതാക്കളും കൂടി മയ്യത്ത് നിസ്കരിച്ചാണ് അവിടെ നിന്നിങ്ങോട്ട് യാത്രയാക്കുന്നത്. ഒരു പ്രവർത്തകനായി ഈ ലോകത്ത് ജീവിക്കുകയും അള്ളാഹുവിന്റെ ഖളാഇന് അടിമപ്പെടുകയും ചെയ്യുമ്പോൾ ഒരു പ്രവർത്തകന് കിട്ടുന്ന നേട്ടം മരണത്തിലും അവൻ അനാഥനാകുന്നില്ല, മരണത്തിലും ഒറ്റപ്പെടുന്നില്ല. അതേ മരണത്തിലും അവൻ സനാഥനായ രൂപത്തിൽ പ്രവർത്തകർ അവനോടൊപ്പം ചേർന്നുകൊണ്ട് അവന്റെ മയ്യത്തിനോടൊപ്പം നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, അവന് വേണ്ടി പ്രവർത്തിക്കുകയാണ്, അവനെ സ്മരിക്കുകയാണ്, അവനെ പറ്റി നല്ലത് പറയുകയാണ്. ഇത് തന്നെയല്ലേ സ്വർഗസ്ഥനാണ് എന്നതിന്റെ തെളിവ്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ഹബീബും സഹാബത്തും ഇരിക്കുമ്പോൾ ഒരു ജനാസ കൊണ്ടുപോവുകയാണ്. സഹാബത്ത് അദ്ദേഹത്തെ പറ്റി ആ ബോഡിയെ പറ്റി നല്ലത് പറയുന്നു, നല്ല കാര്യങ്ങൾ ഇങ്ങനെ പുകഴ്ത്തുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, വജബത്ത് വജബത്ത് അതേ സത്യമായി പുലർന്നിരിക്കുന്നു, നിർബന്ധമായി ലഭിച്ചിരിക്കുന്നു. മറ്റൊരു ജനാസ കൊണ്ടുപോകുമ്പോൾ അയാളിൽ ഉണ്ടായിരുന്ന ദുശ്ശീലങ്ങൾ, തെറ്റുകളും കുറ്റങ്ങളും ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോഴും അള്ളാന്റെ ഹബീബ് പറയുന്നു, വജബത്ത് വജബത്ത് നിർബന്ധമായി ലഭിച്ചിരിക്കുന്നു. ഈ സമയത്ത് സഹാബത്ത് ചോദിച്ചു, വമാ വജബത്ത് യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ ലഭിച്ചത്, നിർബന്ധമായി കിട്ടിയത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അള്ളാന്റെ ഹബീബ് പറയുന്നത്, സഹാബാ, മുഅ്മിനീങ്ങൾ എന്നുള്ളത് സാക്ഷികളാണ്, മുഅ്മിനീങ്ങളുടെ വാക്കുകൾ സാക്ഷിത്വമാണ്. നേരത്തെ ഒരു ജനാസ കൊണ്ടുപോയപ്പോൾ ആ ജനാസയെ പറ്റി നിങ്ങൾ നല്ലത് പറഞ്ഞില്ലേ, ആ ജനാസയെ പറ്റി നിങ്ങൾ പുകഴ്ത്തിയില്ലേ, ആ ജനാസയുടെ നല്ല കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞില്ലേ, ആ പറഞ്ഞപ്പോൾ വജബത്ത് വജബത്ത് ലഹുൽ ജന്ന, സ്വർഗം നിർബന്ധമായി ലഭിക്കുന്നു. കാരണം മുഅ്മിനീങ്ങൾ സാക്ഷികളാണ്, മുഅ്മിനീങ്ങളുടെ വാക്കുകൾ സത്യസാക്ഷ്യമാണ് റബ്ബിന്റെ അടുക്കൽ. അതുകൊണ്ട് നിങ്ങൾ നല്ല കാര്യം പറഞ്ഞപ്പോൾ സ്വർഗം നിർബന്ധമായി. മറ്റൊരാളെ പറ്റി നിങ്ങൾ അദ്ദേഹത്തിന്റെ ദുശ്ചെയ്തികളും അക്രമങ്ങളും പറഞ്ഞില്ലേ, അപ്പോഴും പറഞ്ഞു വജബത്ത് വജബത്ത് ലഹുന്നാർ, അയാൾക്ക് നരകം നിർബന്ധമായി. കാരണം മുഅ്മിനീങ്ങളുടെ വാക്കുകൾ അത് സത്യസാക്ഷ്യമാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാന്മാരായ സഹാബത്തിന്റെ വാക്കുകൾ, ആ വാക്കുകൾ അതേ സാക്ഷി നിർത്തി പറയുന്നത്, സഹാബ നല്ലത് പറഞ്ഞ ആ മനുഷ്യന് സ്വർഗം നിർബന്ധമായി. നിങ്ങൾ അതേ മറ്റൊരാളെ പറ്റി അയാളുടെ ദുശ്ചെയ്തികളാണല്ലോ പറഞ്ഞത്, അയാൾക്ക് നരകം നിർബന്ധമായി. വിശ്വാസികളുടെ വാക്കുകൾ സാക്ഷ്യമാണ് സഹാബ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന പാതയിൽ വളർന്നു വരുന്ന തലമുറയ്ക്ക് തന്റെ യുവത്വം മാതൃകയായി സമർപ്പിച്ച് മുന്നേ നടന്നുപോയ നദീർ എന്ന ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനെ പറ്റി നല്ലത് പറയാൻ, ആ ചെറുപ്പക്കാരനെ പറ്റി നന്മ പറയാൻ, അവനെ അനുസ്മരിക്കാൻ കാർന്നവന്മാര്, പണ്ഡിതന്മാര്, സയ്യിദന്മാര്, യുവാക്കളായ ചെറുപ്പക്കാര്, SBS പ്രവർത്തകര്, അവരെല്ലാമായി ആഭാലവൃദ്ധം ജനം ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ തീർച്ചയായും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, വജബത്ത് എന്ന പുന്നാര മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ കടമെടുത്തു നമ്മൾക്ക് പറയാൻ കഴിയും. മാത്രമല്ല, ഇതൊരു കണക്കെടുപ്പിന്റെ വേദിയാണ്. നിങ്ങൾക്കറിയില്ലേ, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്താണ്? അതേ, ഒരാളെ പറ്റി അനുസ്മരണം നടക്കുമ്പോൾ അല്ലാഹു അർഹമുർ റഹീമീനാണ്, അല്ലാഹു അല്ലാമുൽ ഉയൂബാണ്, അല്ലാഹു എല്ലാം അറിയുന്നവനും കാണുന്നവനും കേൾക്കുന്നവനുമാണ്. എങ്കിലും അല്ലാഹു തആല അതേ നല്ല ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അദ്ദേഹത്തെ പറ്റിയിട്ട് അനുസ്മരണം നടക്കുന്ന സമയത്ത് അനുഗ്രഹത്തിന്റെ മലക്കുകളെ സദസ്സിനിടയിലേക്ക് അദ്ദേഹത്തെ പറ്റി പറയുന്നത് എന്താണ് എന്ന് രേഖപ്പെടുത്താൻ അനുഗ്രഹത്തിന്റെ മലക്കുകളെ നിയോഗിക്കുമെന്നും ആ മലക്കുകൾ ഈ മനുഷ്യനെ പറ്റി വിശ്വാസികൾ പറയുന്നത് കണക്കെടുപ്പ് നടത്തി രേഖപ്പെടുത്തി റിക്കാർഡ് റബ്ബിന്റെ മുന്നിൽ സമർപ്പിക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എങ്കിൽ അതേ, ഈ അനുസ്മരണ വേദിയിലും അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതുപോലെ അനുഗ്രഹത്തിന്റെ മലക്കുകൾ സാക്ഷിയാണ്. ആ മലക്കുകൾ നമ്മൾക്ക് മുന്നേ സഞ്ചരിച്ച നദീർ എന്ന സുഹൃത്തിന്റെ നന്മകൾ പറയുന്നത് കണക്കെടുക്കുകയും രേഖപ്പെടുത്തുകയും റിക്കാർഡ് റബ്ബിന്റെ മുന്നിൽ സമർപ്പിക്കുകയും അതുവഴി ആ ചെറുപ്പക്കാരന് സ്വർഗീയമായ പ്രതിഫലം ധാരാളമായി ലഭിക്കുകയും ചെയ്യുമെന്നതിൽ യാതൊരു തർക്കവും ഇല്ല. അള്ളാഹു ആ നിലക്ക് ഈ സദസ്സാക്കി തരുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് മുഖ്യ പ്രഭാഷണത്തിന് മുഹമ്മദ് കുഞ്ഞ് സഖാഫി എത്തിയത് കൊണ്ട് ഞാൻ വിരമിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് അവസാനമായി ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മളിൽ നിന്നും യാത്ര പറയുന്ന സാധാരണക്കാരും പണ്ഡിതന്മാരും ഉമറാക്കളുമാകുന്ന നമ്മുടെ നേതൃത്വം, ആ നേതൃത്വത്തിന്റെ യാത്രകൾ നമ്മളുടെ മുന്നിൽ വലിയ പാഠമായി മാറണം. സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷനും സുന്നി യുവജന സംഘവും വന്യരായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൽ തങ്ങൾ അല്ലാഹു സിഹത്തും ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. വന്യരായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് അല്ലാഹു ആഫിയത്തോടെ ദീർഘായുസ്സു നൽകുമാറാകട്ടെ. മറ്റു സയ്യിദന്മാർ, പണ്ഡിതന്മാർ, നേതാക്കൾ, പ്രവർത്തകർ എല്ലാവർക്കും അല്ലാഹു സിഹത്തും ആഫിയത്തും ആയുരാരോഗ്യവും നൽകുമാറാകട്ടെ. അതേ, നമ്മുടെ ഈ മഹത്തായ സംഘടന അത് സത്യത്തിന്റെ പാതയിലാണ് എന്ന്, അത് യഥാർത്ഥമായ ഹഖിന്റെ പാതയിലാണ് എന്ന് മഹാനായ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അദ്ദേഹം അതേ ആ പറഞ്ഞത് പുലർന്നു കാണുകയാണ്. അതിനുള്ള ദൃഷ്ടാന്തമാണ് ഇവിടെ നമ്മളുടെ പൂർവീകരായ ഈ പ്രവർത്തകരുടെയും പണ്ഡിതന്മാരുടെയും ഒക്കെ അന്ത്യയാത്ര എന്ന് നാം മനസ്സിലാക്കണം. സുന്നത്തു ജമാഅത്താണ് സത്യം എന്ന് സാധാരണക്കാർക്ക് മനസ്സിലാക്കാനുള്ള വളരെ നല്ല തെളിവുകളാണിത്. കാരണം ഞാനിപ്പോൾ ഈ അനുസ്മരണ വേദിയിൽ നദീറിനെ അനുസ്മരിക്കുന്നതോടൊപ്പം എന്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് എറണാകുളം ജില്ലയിലെ പണ്ഡിത തേജസ്വിയായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ മെമ്പറായിരുന്ന അടുത്ത കാലത്ത് വിട്ടുപിരിഞ്ഞ് പാനായിക്കുളം ഇബ്രാഹിം ഉസ്താദ് അവர்கள் അള്ളാഹു അവരുടെ ഖബറിടം സ്വർഗത്തിന്റെ തോട്ടമാക്കി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, നിങ്ങൾ ചിന്തിക്കണം, എപ്പോഴും അദ്ദേഹം വരുമ്പോൾ ഒരു കുറിപ്പുണ്ടാകും. ആ കുറിപ്പിൽ വളരെ അപൂർവമായ വിജ്ഞാന ശേഖരമായിരിക്കും. ഒരു ദിവസം എന്നെ കണ്ടപ്പോൾ അന്ന് ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, സഖാഫി, സ്വർഗത്തിന്റെ നടുത്തളത്തിൽ പോകണമെങ്കിൽ സുന്നിയാകണമെന്നാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ സംസാരിച്ചാൽ വളരെ അപൂർവമായ വിജ്ഞാന ശേഖരം കണ്ടെത്തി എന്നാണ് അർത്ഥം. അങ്ങനെ ഞാൻ പറഞ്ഞു, ഉസ്താദേ, എനിക്കതൊന്ന് വിശദീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു കുറിപ്പന്റെ കയ്യിൽ നീട്ടി ഇബ്രാഹിം സമർക്കന്ദി റഹിമഹുല്ലയുടെ തംബീഹുൽ ഗാഫിലീനിൽ ഉദ്ധരിച്ച ഒരു ഹദീസിന്റെ ഭാഗം, ഫലൈൻ സറക്കും അൻ തസ്കുനു ബുഹ്ബൂഹത്തൽ ജന്നതി വനഈമിഹാ ഫൽസമു സുന്നത വൽ ജമാഅ, സ്വർഗത്തിന്റെ നടുത്തളത്തിലെ അനുഗ്രഹം ആസ്വദിക്കാന് നിങ്ങൾക്ക് തൗഫീക്ക് കിട്ടുന്നതാണ് സന്തോഷമെങ്കിൽ സുന്നത്ത് ജമാഅത്തിനെ മുറുകെ പിടിച്ചോളൂ എന്ന പരിശുദ്ധ ദീനിന്റെ സന്ദേശമാണ് അദ്ദേഹം അന്ന് ആ കിതാബ് സഹിതം എനിക്ക് മുന്നിൽ എഴുതി തന്നത്. ഞാനിത് ഓർമ്മപ്പെടുത്തിയത് അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം മുറുകെ പിടിച്ച് അത് ജനങ്ങൾക്ക് പഠിപ്പിച്ച് വളരെ ലാളിത്യത്തോടെ ജീവിച്ച മഹാനായ പണ്ഡിതൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് മരണപ്പെട്ടപ്പോൾ അന്ത്യയാത്ര എങ്ങനെയായിരുന്നു? ഇവിടെ നദീറിന്റെ യാത്രയിൽ നിങ്ങൾ കണ്ടു, സയ്യിദന്മാർ,
പണ്ഡിതന്മാർ, മുത്തഅല്ലിമീങ്ങൾ, സാധാരണക്കാര്, ധാരാളം ജനങ്ങൾ ഒരുമിച്ച് കൂടുകയാണ്. ഒരു സാധാ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ആ ചെറുപ്പക്കാരൻ യാത്രയായപ്പോൾ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ യാത്രകളാണ് സുന്നത്ത് ജമാഅത്താണ് സത്യം എന്നതിന്റെ തെളിവ്. ഇത് സുന്നത്ത് ജമാഅത്ത് ശിർക്കോ കുഫറോ ബിദ്അത്തോ ആണെങ്കിൽ ഇത്ര നല്ല യാത്ര നൽകുകയില്ല. പനായിക്കുളം ഇബ്രാഹിം ഉസ്താദ് അവറുകൾ അതേ ആലുവയിൽ നിന്ന് സ്വന്തം വീട്ടിന്റെ അടുത്ത് വന്നിറങ്ങി ബാങ്ക് കൊടുത്തപ്പോൾ ളുഹറിന് പള്ളിയിൽ പോയി ഒന്നുവെടുത്ത് പള്ളിയിൽ ളുഹറിന് മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ചു. ശേഷം ളുഹർ ജമാഅത്തായി നിസ്കരിച്ചു. അതിനുശേഷം ളുഹറിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ പള്ളിയിൽ റബ്ബുമായി മുനാജാത്ത് നടത്തുന്ന ആ സുന്നത്ത് നിസ്കാരത്തിനിടയ്ക്ക് വുളുഓടുകൂടെ അത്തഹിയാത്തിലിരിക്കുന്ന സമയത്ത് പള്ളിയിൽ തന്നെ പെട്ടെന്നൊന്ന് മറിഞ്ഞു വീഴുന്നു. അദ്ദേഹം അവിടെ വെച്ച് മരണപ്പെടുന്നു. സുന്നിയാകണമെങ്കിൽ സ്വർഗത്തിന്റെ നടുത്തളത്തിൽ പോകണമെങ്കിൽ സുന്നിയാകണം. സ്വർഗത്തിന്റെ നടുത്തളത്തിൽ എത്തണമെങ്കിൽ സുന്നിയാകണം സഖാഫി എന്ന് പറഞ്ഞ് ഹദീസ് എനിക്ക് തന്ന് ഇതെല്ലാവരോടും ഒന്ന് പറയണം സഖാഫി എന്ന് എന്നെ ഉപദേശിച്ച ആ വന്യരായ നേതൃത്വം അവര് യാത്ര പറയുന്നത്, അവരുടെ അന്ത്യയാത്ര വുളുഓടുകൂടെ പടച്ച റബ്ബിന്റെ പള്ളിയിൽ അള്ളാഹുവുമായി അഭിമുഖം നടത്തിക്കൊണ്ടിരിക്കെ ആ പള്ളിയിൽ വച്ചാണെങ്കിൽ സുന്നത്ത് ജമാഅത്ത് ശിർക്കാണെങ്കിൽ കുഫറാണെങ്കിൽ അനിസ്ലാമികമാണെങ്കിൽ ഏതു മനുഷ്യനും അതേ മുന്നിൽ ദൃഷ്ടാന്തമായി കാണാൻ പറ്റുന്ന ഇതുപോലുള്ള നല്ല യാത്രകൾ അവർക്കുണ്ടാകുമോ? പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കണം. മക്കത്തെ ഉമർ തറാവീഹ് 20 ആക്കിയെങ്കിൽ വെളിയങ്കോട്ട ഉമർ തറാവീഹ് 8 ആക്കി എന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞ ഉമർ മൗലവിയുടെ അന്ത്യം എങ്ങനെയായിരുന്നു? മരണമാസന്നമായ സമയത്ത് പിന്ദ്വാരം അടഞ്ഞ് പിന്ദ്വാരത്തിലൂടെ പുറത്തു പോകേണ്ട ഉച്ഛിഷ്ടങ്ങൾ വായിലൂടെ പുറത്തേക്ക് തള്ളി അടുത്തു നിൽക്കുന്നവർക്ക് പോലും നിൽക്കാൻ കഴിയാതെ ഓടേണ്ടി വന്ന സാഹചര്യത്തിൽ അന്ത്യയാത്രയുണ്ടായതാണ് ബിദ്അത്തുകാരുടെ ആലയത്തിലെ നേതൃത്വത്തിന്റെ അന്ത്യയാത്രയെങ്കിൽ സുന്നത്ത് ജമാഅത്ത് എന്ന സത്യപ്രസ്ഥാനത്തിന്റെ നേതൃത്വം, അതിന്റെ നേതൃത്വവും സാധാരണ പ്രവർത്തകരും അവരുടെ അന്ത്യയാത്ര പോലും വളരെ മാതൃകാപരമാണെന്നത് നാം നമ്മളുടെ മുന്നിൽ ഈ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം അതെത്രത്തോളം ആക്റ്റീവാകണമെന്നതിന്റെ തെളിവുകളായി കാണണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന പാതയിൽ അല്ലാഹു തആല ബഹുദൂരം അതിവേഗം ദീർഘായുസോടെ ആഫിയത്തോടെ സഞ്ചരിക്കാൻ നമുക്കും നമ്മളുടെ നേതാക്കൾക്കും പ്രവർത്തകർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ സവാഅ ത്വരീഖ് وجعل لنا التوفيق خير رفيق وعلى آله وأصحابه الذين سعدوا في معارج الحق بالتحقيق وسعدوا في مناهج الصدق بالتصديق. أما بعد، فأعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون. صلوات ربنا العلا بسلامه أبدا على أعلى الخلائق حبه. ഏറ്റവും ആദരണീയരായ അധ്യക്ഷൻ നസ്രുദ്ദീൻ ദാരിമി, നമ്മുടെ ഈ മഹത്തായ വേദി ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ സുഹൃത്ത് അബ്ദുൽ ജബ്ബാർ സുഖാഫി, വേദിയിലും സദസ്സിലും സന്നിഹിതരായ പണ്ഡിത സുഹൃത്തുക്കളെ,
സ്നേഹസമ്പന്നരായ സഹോദരീ സഹോദരന്മാരെ, പ്രിയങ്കരനായ അനുജൻ മർഹൂം നദീറിന്റെ ഉപ്പ ബദറുദ്ദീൻ സാഹിബ് അടക്കം നാട്ടുകാരെ, സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ ഒരനുസ്മരണ സമ്മേളനത്തിലാണ് നാം എല്ലാം അണിനിരന്നിരിക്കുന്നത്. ഞാൻ ഈ സദസ്സ് കാണുമ്പോൾ തന്നെ വല്ലാതെ അത്ഭുതപ്പെടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനവുമായും അവിടുത്തെ അവദാനങ്ങൾ വാഴ്ത്തുന്നതുമായും ബന്ധപ്പെട്ട് തെളിവുകൾ ഉദ്ധരിക്കുന്ന സ്ഥലത്ത് ഉലമാ നമ്മെ പഠിപ്പിക്കുന്നത് മഹബത്തിന്റെ വലിയൊരു അലാമത്താണ് കസറത്തു ദിക്രിഹി. ആരോടാണോ മഹബത്തുള്ളത് അവരുടെ അനുസ്മരണം അധികരിപ്പിക്കുക എന്നത്, അവരെക്കുറിച്ചുള്ള പറച്ചിൽ കൂടുതലാക്കുക എന്നത് തന്നെ മഹബത്തിന്റെ വലിയ ഒരു അടയാളമാണ്. നദീർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട SSFന്റെ സെക്ടർ അൽ ഇസാബ ടീമിന്റെ ചീഫായിരുന്ന ആ അനുജൻ 20 വയസ്സ് പ്രായമുള്ളപ്പോ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോൾ അവന്റെ അനുസ്മരണ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇത്ര വലിയ ഒരു സമൂഹം ഇവിടെ സന്നിഹിതരായത് എന്തുകൊണ്ടാണ്? മാത്രമല്ല 57 ദിവസമാണ് ഇന്ന് ആകുന്നതെന്ന് തോന്നുന്നു. ഈ 57 ദിവസവും നദീറിനെ സംബന്ധിച്ചാണ് ഈ നാട്ടിലെ മുഴുവൻ ചർച്ചയും എന്ന് ഇവിടുത്തെ കാരണവന്മാർക്കടക്കമറിയാം. ഈ പ്രദേശത്തിന്റെ 4 അതിർത്തികൾക്കുള്ളിൽ മാത്രമല്ല, മലയാളിയുടെ മണമുള്ള മുഴുവൻ പ്രദേശങ്ങളിലും നദീർ എന്ന ആ കൊച്ചുകുട്ടിയെ സംബന്ധിച്ച് എല്ലാവർക്കും 1000 നാവ് അവന്റെ മദ്ഹുകൾ പറയാൻ, കീർത്തനങ്ങൾ പറയാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മാർത്ഥമായി അവന്റെ പരലോക വിജയത്തിനായി ദുആയിരക്കുകയാണ്. ഗൾഫിൽ പോയിട്ട് വളരെ കുറഞ്ഞ സമയം മാത്രമേ അവധിക്ക് ശേഷമായുള്ളൂ എങ്കിലും പ്രിയപ്പെട്ട മകന്റെ വേർപാടുമായി ബന്ധപ്പെട്ട്, അവന്റെ ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് വളരെ പെട്ടെന്ന് നാട്ടിലേക്ക് വരാൻ വിധിക്കപ്പെട്ട പിതാവ് ആ യാത്ര അങ്ങനെ ഉണ്ടായ സമയത്ത് ജോലി സംബന്ധമായ പ്രശ്നങ്ങളും എല്ലാം മറന്ന് ഒരു പ്രിയപ്പെട്ട മകൻ അവന്റെ വേർപാടിന്റെ ശേഷം അവനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്ന ധാരാളം സദസ്സുകളിൽ വല്ലാതെ വിങ്ങിപ്പൊട്ടാൻ വരുന്ന മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പരലോക ചിന്ത ഉപയോഗിച്ച് ക്ഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ ഒരവസ്ഥ നാം വളരെ ആലോചിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ പരലോകത്താണ് മരണമില്ലാത്ത ജീവിതം നിശ്ചയിച്ചിട്ടുള്ളത്. ദുനിയാവ് അത് മനുഷ്യനും സർവ്വ സ്വത്തുക്കളും ഇവിടുന്ന് നശിക്കാനുള്ളതാണ്. കുല്ലുമൻ അലൈഹാ ഫാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. മരണം എന്ന പ്രതിഭാസമോ പ്രായത്തിന്റെ വൈജാത്യമില്ലാതെ ആരാലും ക്ഷണിക്കപ്പെടാതെ വരുന്ന ഒരു വിരുന്നുകാരനാണ്.
ലാ തർക്കനന്ന ഇല ദുനിയാ വമാ ഫീഹാ ഫൽമൗതു ലാ ശക്ക യുഫ്നീനാ വയുഫ്നീഹാ. ദുനിയാവിൽ വല്ലാതെ ഇഴുകിച്ചേർന്ന് ഇതിനൊരന്ത്യക്കുറിപ്പ് ഉണ്ട് എന്ന് ധരിക്കാതെ മുന്നോട്ടു പോകുന്ന ആളുകൾക്ക് തീർച്ചയായും ചിന്തിക്കേണ്ടുന്നൊരു വിഷയമാണ്. നാം കാണുന്ന ദുനിയാവിലെ സർവ്വതും എല്ലാം ഒരുമിച്ച് നശിച്ചു പോകുന്നൊരവസ്ഥാവിശേഷമുണ്ട്. നശ്വരമാണ് ദുനിയാവ്, അതിന്റെ സംവിധാനങ്ങളെല്ലാം നശ്വരമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഈ സദസ്സിൽ തന്നെ സന്നിഹിതനായതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്ത് ബദറുദ്ദീൻ സാഹിബിനോട് ഓർമ്മപ്പെടുത്താനുള്ളത്, മനസ്സിനെ അടക്കി വെക്കുക, അല്ലെങ്കിൽ വല്ലാതെ സന്തോഷിക്കുക. കാരണം മരണം എല്ലാവർക്കുമുള്ളതാണ്. ആ മരണത്തിൽ തന്നെ അപകട മരണം എന്നത് നമുക്കൊരു വേദനയാണെങ്കിലും അപകടത്തിലൂടെയും ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ അപകടത്തിൽ മരിക്കുന്ന എല്ലാവർക്കും അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ബാക്കി പത്രങ്ങളുടെ ആ അവസ്ഥയും നമ്മുടെ അവസ്ഥയും തമ്മിൽ ഒന്ന് തുലനം ചെയ്യുക. നദീറിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച് ഇന്ന് നദീർ ഖബറിലാണെങ്കിലും 1000 മനസ്സുകളിൽ നല്ല തുടിപ്പോടെ ജീവിക്കുകയാണ് നദീർ. അവനെ സ്ഥിരമായ ഒരു മാതൃകയാക്കി 1000 പ്രവർത്തകർ പിറകെ സഞ്ചരിക്കാൻ തയ്യാറാണ്. അങ്ങനെ ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനമായി അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നദീർ മാറിയിട്ടുണ്ട് എന്നാണ് ഈ നാടും നാടിന്റെ മുഴുവൻ സ്പന്ദനങ്ങളും നമ്മെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, നദീർ കുറഞ്ഞ കാലം മാത്രമേ അവനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രവർത്തന ചാതുര്യം കാണിക്കാൻ അവസരമായി ലഭിച്ചുള്ളൂ. എന്നാലും അതിനിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ധാർമ്മിക സമരങ്ങൾക്ക് അവന്റേതായ ഭാഗത്ത് നേതൃത്വം വഹിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അവസരം നൽകി. ഒന്ന് ഫിത്തിയത്തു സദാദ് എന്ന പേരിൽ സാമൂഹിക തിന്മകളെയും അധാർമിക കോട്ടകൊത്തളങ്ങളെയും പ്രതിരോധിക്കാൻ ചുറുചുറുക്കുള്ള യുവത്വത്തിന്റെ ഒരു സ്പെഷ്യൽ വിങ്ങിനെ ഇടക്കാലത്ത് വെച്ച് നമ്മുടെ സംഘടന പ്രസ്ഥാനം അണിയിച്ചൊരുക്കുകയുണ്ടായി. അതിൽ വളരെ ആക്റ്റീവായി നദീർ ആ ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഇടക്കാലത്ത് പഠനവും മറ്റുമൊക്കെയായി കുറഞ്ഞ സംഘടനാ പ്രവർത്തന രംഗത്ത് കൂടുതൽ സമയം ചെലവഴിക്കാൻ ഇല്ലാതെ വന്നപ്പോൾ വീണ്ടും വളരെ ആവേശത്തോടെ ഈ പ്രാസ്ഥാനിക രംഗത്ത് ശക്തിപ്പെടുത്തണം എന്ന നിലക്ക് നദീർ കടന്നു വന്നത് അൽ ഇസാബ എന്ന് പറയുന്ന ഒരു കരുത്തുറ്റ ധർമ്മ പോരാളി വിങ്ങിലൂടെയാണ്. തൃശൂർ നഗരത്തിൽ ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ പതാകയും പിടിച്ച് അൽ ഇസാബ അംഗങ്ങൾ 10,000-ലധികം വരുന്ന ആളുകൾ ഒരുമിച്ച് കൂടി നിന്നപ്പോൾ യഥാർത്ഥത്തിൽ തൃശൂരിന്റെ നഗരഹൃദയത്തിന് വേറിട്ട ഒരനുഭവമായിരുന്നു എന്ന് നമുക്കറിയാം. മണിക്കൂറുകളോളം നിൽക്കണമെങ്കിൽ നിൽക്കാൻ, മണിക്കൂറുകളോളം ഇരിക്കണമെങ്കിൽ ഇരിക്കാൻ, പരിശുദ്ധ ദീനിന്റെ ദഅവാരംഗത്ത് അതിശീഘ്രം മുന്നോട്ടു പോകാൻ, എല്ലാ വൈതരണികളെയും പൂമാലകളെ പോലെ പരിവർത്തനം ചെയ്യാൻ വളരെ കരുത്തുറ്റ ഒരു വിങ്ങിനെ വാർത്തെടുക്കുക എന്ന നിലക്ക് സ്ഫുടം ചെയ്തെടുത്ത ഒരു പ്രവർത്തക വൃന്ദത്തിന് സംഘടനയും പ്രസ്ഥാനവും നൽകിയ ഒരു പേരായിരുന്നു അതെങ്കിൽ ഈ സെക്ടറിന്റെ അതിന്റെ ചീഫായി പ്രവർത്തിക്കാൻ നദീറിന്
വളരെ കുറഞ്ഞ കാലത്തെ പ്രവർത്തന പരിചയം കൊണ്ട് തന്നെ അവന് അനുഭവ സമ്പത്ത് ഉണ്ടാവുകയും പ്രവർത്തകരായ കൂട്ടുകാർ അവനെ നേതൃത്വത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു എന്നതാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ അൽ-ഇസാബയുടെ പോരാളികളെ അഭിമുഖീകരിക്കാൻ ഒരു ചെറിയ അവസരം സാധുവായ എനിക്കും സംഘടനാ വേദിയിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. ആ കൂട്ടത്തിലുള്ള നദീർ പിന്നീട് അവന്റെ പ്രത്യേകമായ പ്രവർത്തന വീര്യം അത് ശരിക്കും പ്രയോഗിച്ചുകൊണ്ട് തന്നെ പുഞ്ചിരിക്കുന്ന മനസ്സും അത് പ്രകടിപ്പിക്കുന്ന വദനവുമായി നമ്മുടെ നാട്ടിലൊക്കെ ഓടി നടന്ന നദീർ ഇന്ന് നമ്മുടെ കൂടെയില്ലെന്ന് വിശ്വസിക്കാൻ നാം വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു രംഗത്താണ് ഉള്ളത്. ഉദ്ഘാടകത്തിൽ സൂചിപ്പിച്ചതുപോലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ല ആളുകൾ അഥവാ സമൂഹം മുഴുവൻ നല്ലതെന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നുവെങ്കിൽ ഈമാൻ അടിസ്ഥാനമായി ഉള്ള ആളുകൾക്ക് സ്വർഗം നിർബന്ധമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയുണ്ടായി. പുന്നാര നബി മുഹമ്മദ് മുസ്തഫ പരിശുദ്ധമായ റൗദ ഷരീഫിലേക്ക് പോകാൻ ആഗ്രഹിച്ച ഒരു കൂട്ടുകാരൻ എന്ന നിലക്ക് ഉപ്പാനോട് വെക്കേഷൻ ടൈമിൽ വിസിറ്റിംഗ് വിസ എടുത്ത് ഉപ്പക്ക് അതിന് മാത്രമേ സൗകര്യമുണ്ടാവുകയുള്ളൂ. അത് UAE-യിൽ ജോലി ചെയ്യുന്നയാളെന്ന നിലക്ക് അദ്ദേഹത്തിനുള്ള എളുപ്പം ഉള്ള യാത്ര എന്ന നിലക്കാണ് അത് സൗകര്യം ചെയ്തത്. സൗദി അറേബ്യയിലേക്ക് ഒരു വിസിറ്റിംഗ് വിസ എടുത്ത് എല്ലാ സ്ഥലത്തും കാണിക്കാൻ പ്രയാസമാണ്. അതേസമയം ഉംറ വിസ എടുത്ത് എന്നെ അവിടേക്ക് വിട്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച ആ ചെറുപ്പക്കാരൻ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ തൊട്ടു മുന്നിൽ കാണുന്ന ചെറിയ ഷെഡാകുന്ന മദാറിൽ അവൻ പഠിച്ചിട്ടുണ്ടെങ്കിലും ഒരു മുതഅല്ലിമായോ ഒരു മുസ്ലിയാരായോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അത്തരം ഫീൽഡിൽ മാത്രം നിൽക്കുന്നയാളോ ആയി അല്ല നദീറിനെ നാം പരിചയപ്പെട്ടത്. ഒരു സാധാരണ പ്രവർത്തകനാണ്. മുതഅല്ലിമിന്റെ ആത്മീയമായ ചാനൽ അത് ഭൗതിക വിദ്യാർത്ഥിയിലേക്കും ഭൗതിക രംഗത്ത് പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ പരിസര വിജ്ഞാനത്തിന്റെ സ്രോതസ് മുതഅല്ലിമിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവഹിക്കാൻ അവസരം നൽകുന്ന ഒരു പ്രത്യേക സംഘടനാ സംവിധാനമാണ് SSF. അതുകൊണ്ട് തന്നെ അതിൽ പ്രവർത്തിച്ചു വന്ന കൂട്ടുകാരൻ എന്ന നിലക്ക് ആത്മീയ ചൈതന്യത്തിന്റെ മഹത്തായ ശൈലി ഉൾക്കൊള്ളുമ്പോഴും അവൻ നമ്മുടെ പരിസര പ്രദേശത്തുള്ള അസ്മാബി കോളേജിലേക്ക് BCom സെക്കൻഡ് ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പഠിക്കാൻ വേണ്ടി പോകുന്ന യാത്രയിൽ തന്നെയാണ് അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിക്കനുസൃതമായി അവൻ അന്ത്യശ്വാസം വലിക്കാൻ കാരണമായ ഒരു അത്യാഹിതത്തിൽ അവൻ പെട്ടുപോയത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ തരത്തിലുള്ള ഒരു സാഹചര്യമുണ്ടായപ്പോഴും അവനെക്കുറിച്ച് പറയാൻ കിട്ടുന്നത് മുഴുവൻ കോളേജിൽ ചെത്തി നടന്ന ഒരു പ്രവർത്തകൻ എന്നല്ല. അവനൊക്കെ രാവിലെ കോളേജിൽ പോകുന്ന ബൈക്കിന്റെ ഓട്ടം എങ്ങനെയാണ് എന്ന് ഒരാളും ചോദിക്കുന്നില്ല. നാട് മുഴുവൻ പരതി നോക്കിയാൽ 1000 നന്മയുടെ വർത്തമാനങ്ങളല്ലാതെ നദീറിനെ കുറിച്ച് കേൾക്കാനില്ല. ഈ സമയത്ത് ബദറുദ്ദീൻ സാഹിബിനെയാണ് ആദ്യം സമാധാനിപ്പിക്കേണ്ടത് എന്ന ധാർമ്മികമായ ദൗത്യം ഉൾക്കൊണ്ടുകൊണ്ട് എന്റെ ഒരു ചെറിയ അനുഭവം ഞാൻ പറയാം. അതായത് ദിവസങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് 2-3 മാസങ്ങളായി ഒരു ചെറുപ്പക്കാരൻ അതാ കൊല്ലം ജില്ലയിൽ കരിക്കോട് ബ്രിഡ്ജിന് മുകളിൽ വെച്ച് ഒരു ആക്സിഡന്റ് പറ്റി മരിക്കുകയാണ്. ആ മരിച്ച വാർത്ത കേട്ട ഉടനെ നമ്മുടെ ഖാദിസിയയിൽ നിന്ന് ഖാദിസിയ ഹോസ്പിറ്റലിന്റെ വകയായി ഉള്ള ആംബുലൻസ് വിളി വന്നതനുസരിച്ച് അവിടത്തേക്ക് പുറപ്പെട്ടു. അത്യാഹിതത്തിൽപ്പെട്ടവരാരായിരുന്നാലും ആംബുലൻസിന് അതിന്റെ ഡ്യൂട്ടി നിർവഹിക്കണമല്ലോ. ആ നിലയ്ക്ക് അവിടേക്ക് പോയി. അവിടെ ചെന്ന് ആ ഡെഡ് ബോഡിയും എടുത്തുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോയി. വീട് വലിയ വലിയ കുടുംബക്കാരാണ്, വലിയ കീർത്തി കേട്ടവരാണ്. അവിടേക്ക് ആംബുലൻസ് ചെല്ലുമ്പോൾ നിറഞ്ഞു കിടക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങൾക്ക് നടുവിൽ ഖാദിസിയയുടെ പേരെഴുതിയ ആംബുലൻസ് ആണ് വരുന്നത്.
പലപ്പോഴും ബന്ധപ്പെട്ട പലരുമുള്ള നാട് എന്ന നിലക്ക് പിന്നീട് ആ മരണ വൃത്താന്തത്തെ കുറിച്ച് അല്പം അറിയേണ്ടി വന്നപ്പോൾ വല്ലാത്തൊരു ദുഃഖം തോന്നി ഈ സഹോദരങ്ങളെ. മറ്റൊന്നുമല്ല, ഈ ചെറുപ്പക്കാരനായ കുട്ടി അവൻ സഞ്ചരിച്ചിരുന്ന മാരുതി കാറ് അവന് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം അവൻ മദ്യപിച്ചുകൊണ്ടാണ് വണ്ടി ഓടിച്ചതെന്ന് കേട്ടു. ആ ചെറുപ്പക്കാരന്റെ കൂടെ അവന്റെ ബന്ധത്തിലല്ലാത്ത 1-2 സ്ത്രീകൾ ആ വണ്ടിയിൽ ഉണ്ടായിരുന്നു എന്ന് കൂടി കേൾക്കുമ്പോ അവന്റെ ഡെഡ് ബോഡി കൊണ്ടുപോകാൻ നമ്മുടെ വാഹനം എത്തരുതായിരുന്നു എന്ന് ആവശ്യമില്ലാത്തൊരു ചിന്തയാണ് ആംബുലൻസിനെ സംബന്ധിച്ച്. എന്നാലും നമ്മുടെ മനസ്സിൽ അധാർമികമായ ഒരന്ത്യത്തെക്കുറിച്ചുള്ള മ്ലേച്ഛമായ ഒരവസ്ഥ, അറപ്പുണ്ടാക്കുന്നൊരു സാഹചര്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉണ്ടായി. അതിനുശേഷം വല്ലാതെ വേദനിച്ചു നിൽക്കുമ്പോൾ ആലോചിച്ചു, അൽഹംദുലില്ലാ, കൊറ്റുകുളങ്ങര അബൂബക്കർ ഉസ്താദ് മഹാനുഭാവൻ മരണപ്പെട്ടപ്പോൾ അവിടുന്ന് കായംകുളം മജ്ലിസിന്റെ സ്ഥാപകനാണ്. അവിടുന്ന് മരിക്കുന്നത് കൊല്ലം ടൗണിലെ ഹോസ്പിറ്റലിൽ വെച്ചാണ്. മരണവാർത്ത അറിഞ്ഞ ഉടൻ ഖാദിസിയിൽ നിന്ന് ആംബുലൻസ് കൊണ്ടു ചെല്ലാൻ ഒരുങ്ങുമ്പോ അപ്പോൾ ഡ്രൈവർ അവിടെ ഇല്ല. പെട്ടെന്ന് തിരയുമ്പോ ഡ്രൈവർ ഇല്ലാത്തത് കൊണ്ട് ഈ വിനീതൻ വാഹനമെടുത്ത് എവിടെയൊക്കെ സ്വിച്ച് ഇടണമെന്ന് അന്നേരം അറിയില്ല, വണ്ടി ഓടിക്കാൻ അറിയാം. ആ നിലക്ക് ടൗണിലേക്ക് പെട്ടെന്ന് ആംബുലൻസ് കൊണ്ടുവരികയും ഡ്രൈവർ അപ്പോഴേക്ക് ആശുപത്രിയിലെത്തുകയും ഉസ്താദിന്റെ അന്ത്യയാത്ര അല്ലെങ്കിൽ ആ മരണാനന്തര സമയത്ത് അവിടുത്തെ ഖബറിലേക്കുള്ള യാത്രക്ക് വേണ്ടി കായംകുളം വരെ കൊണ്ടുവരാൻ ആ ആംബുലൻസിൽ തന്നെ അവസരം ലഭിച്ചല്ലോ എന്നാലോചിച്ച് സമാധാനിക്കുകയുമാണ് ചെയ്തത്. ഇവിടെയാണ് എന്റെ പ്രിയപ്പെട്ട നദീറിന്റെ പിതാവിനോട് ചോദിക്കാനുള്ളത്. ആ നദീർ നിങ്ങൾക്ക് സമ്മാനിച്ച ബാക്കി പത്രം എന്താണ്? ഈ ഒരു ചെക്കൻ മരണപ്പെടുമ്പോൾ അവന്റെ വീട്ടിലേക്ക് കടന്നു വരുന്ന ആളുകൾ മുഴുവൻ പിതാവിനെ നോക്കുമ്പോ കരയുകയാണ്. ആ പരിശുദ്ധമായ ഒരു അന്ത്യം ആ നദീറിന് നൽകിയതിൽ വളരെയധികം സമാധാനിക്കുക. ബദറുദ്ദീൻ സാഹിബ് മാത്രമല്ല, മൈക്രോഫോണിലൂടെ ശബ്ദം കേൾക്കുന്ന അവന്റെ ഉമ്മയുണ്ടെങ്കിൽ, ഉമ്മ നിങ്ങളോട് എല്ലാ വിഷയത്തിനും അനുമതി ചോദിച്ച് സ്നേഹാർദ്രമായ മനസ്സോടെ ആ മാതാവിന്റെ കവിളിൽ ചുംബനം വെച്ച് ആദരവിന്റെ ചുംബനമർപ്പിച്ച് എല്ലാ വിഷയത്തിനും ഇറങ്ങിപ്പോകുന്ന നദീർ അന്ന് രാവിലെയും ഒരുപക്ഷെ അസ്മാബി കോളേജിലേക്ക് പോകാനൊരുങ്ങുമ്പോ SSF അവനെ വാർത്തെടുത്ത സാമൂഹികമായ സാംസ്കാരികമായ ഒരു മുന്നേറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ ആ പ്രിയപ്പെട്ട ഉമ്മാന്റെ ആ ആദരവേറിയ ചുംബനം നൽകി അനുഗ്രഹിച്ച മകനെയായിരിക്കാം യഥാർത്ഥത്തിൽ ഉമ്മയ്ക്ക് ഓർമ്മ വരുന്നത്. എന്നാൽ ഉമ്മ സമാധാനിക്കുക, നാളെ ആഖിറത്തിൽ ഇൻഷാ അല്ലാഹ് സ്വർഗത്തിൽ നിങ്ങളുടെ കൈ പിടിച്ച് അവൻ കൂടെയുണ്ടാകും. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഉപരി ഉഖ്റവിയായ ദർജകൾ ഉയർത്തി അവസാനം ജന്നാത്തുൻ നഈമിൽ മരിക്കാത്ത ലോകത്ത് പുന്നാര റസൂലുള്ളാഹി തങ്ങളുടെ ചാരെ അവനും നമുക്കും ഒരുമിച്ച് കൂടി സന്തോഷിക്കാൻ അള്ളാഹു സൗഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, യാതൊരു കാരണവശാലും ആ മാതാപിതാക്കൾ വിഷമിക്കരുതെന്നാണ് അവരോട് നമുക്ക് ആദ്യം പറയാനുള്ളത്. ചെറിയ കുട്ടികൾ മരണപ്പെട്ടവരുണ്ടെങ്കിൽ അവര് സ്വർഗാവകാശികളാണെന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു. ചെറിയ പ്രായത്തിൽ പരിഞ്ഞുപോയ കുഞ്ഞുമക്കൾ നാളെ ആഖിറത്തിൽ അവര് സ്വർഗത്തിലേക്ക് പിടിക്കാനുണ്ടാകും. ഇവനും പാപക്കറയുടെ പ്രായപൂർത്തിക്ക് ശേഷമുള്ള തക്ലീഫിന്റെ പ്രായം വളരെ കൂടുതലൊന്നുമില്ലാതെ വളരെ വളരെ ചെറിയ പ്രായത്തിലാണ് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. 15 വയസ്സാകുമ്പോ പ്രായപൂർത്തിയായെങ്കിൽ 5 വർഷക്കാലം മാത്രമാണ് അവന്റെ വിചാരണയ്ക്ക് വേദിയൊരുങ്ങുന്നത്. ഏറെക്കാലം ജീവിച്ച് ഒരുപാട് കാലത്തെ കണക്കുകൾ അള്ളാഹുവിന്റെ കോടതിയിൽ സമർപ്പിക്കേണ്ടി വരുന്നതിനേക്കാൾ വലിയ ഭാഗ്യവാനായിട്ടാണ് ആ പ്രിയപ്പെട്ട നദീറിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ആ ഉമ്മയോടും ഉപ്പയോടും വല്ലാതെ സന്തോഷിക്കാനാണ്, വല്ലാതെ സമാധാനിക്കാനാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ കഴിയുന്നത്. ഈ അടുത്ത സമയത്ത് SSFന്റെ തന്നെ ഒരു കൂട്ടുകാരനായ കാരാത്തോട് അബ്ദുള്ളയുടെ അനുസ്മരണ സമ്മേളനത്തിൽ ഞാൻ സംബന്ധിച്ചു. ആ വേളയിൽ അവന്റെ പിതാവ്
നമ്മുടെ ബദറുദ്ദീൻ സാഹിബിനെ പോലെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനാവേദി പരിചയമുള്ളയാളല്ല. അതേസമയം ബദറുദ്ദീൻ സാഹിബിന് SYSന്റെയും SSFന്റെയും സുന്നത്ത് ജമാഅത്തിന്റെയും പ്രവർത്തന വീതിയെക്കുറിച്ച് നന്നായി അറിയുന്നയാളാണ്. അതേസമയം ആ അബ്ദുള്ളയുടെ ഭാര്യാപിതാവ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നയാളായിരുന്നു. അതാ അവന്റെ ഖബറിന്റെ അടുക്കൽ സിയാറത്ത് ചെയ്ത് സദസ്സിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ കൈപിടിച്ചുകൊണ്ട് ആ മോശൻ പറയുകയാണ്, എനിക്ക് മരിച്ചപ്പോഴാണ് അബ്ദുള്ളയെ ശരിക്കും മനസ്സിലായത്. അവനെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇപ്പോഴാണ്. യഥാർത്ഥത്തിൽ എന്തൊരു വലിയ ഭാഗ്യമാണ് എനിക്ക് മകളെ അവന് കെട്ടിച്ചു കൊടുക്കാൻ കഴിഞ്ഞതിലൂടെ നേടിയെടുക്കാൻ കഴിഞ്ഞതെന്ന് ഞാൻ ആശ്വസിക്കുകയാണ്. എന്റെ മകൾ ഇപ്പോൾ വാടക വീട്ടിലാണ്, അവൾ വിധവയാണ്, അവളുടെ കയ്യിലിരിക്കുന്ന പിഞ്ചോമന കുഞ്ഞ് യതീമത്താണ്. പക്ഷേ അതൊന്നും എന്റെ മുന്നിൽ ഒരു പ്രശ്നമല്ല ഉസ്താദ്. ഞാൻ വല്ലാതെ അഭിമാനിക്കുന്നു, അവന്റെ കൂടെ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് ആ അമ്മോശൻ പറഞ്ഞുവെങ്കിൽ ആ അബ്ദുള്ളയോടൊപ്പം ഒരു നദീറിനെയും നമുക്ക് സംഘടനാവേദിയിൽ ഈ പ്രാസ്ഥാനിക ലോകത്ത് നഷ്ടപ്പെടേണ്ടി വന്നെങ്കിലും ആ നഷ്ടം 1000 കുതിരശക്തിയോടെ പരിശുദ്ധ ദീനിനു വേണ്ടി പ്രവർത്തിക്കാനും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ഖിദ്മത്തെടുക്കാനും SSFന്റെ സംഘടനാവേദിയിൽ അണിനിരന്ന് സജീവമാകാനും ആയിരക്കണക്കിന് ആളുകളെ പ്രേരിപ്പിക്കുകയാണ് ചെയ്തതെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പരമ്പരയായി നദീർ സൃഷ്ടിച്ച ധാർമ്മിക വിപ്ലവത്തിന്റെ ആ മഹത്തായ ശൈലി ആകിരണം ചെയ്തുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഇൻഷാ അല്ലാഹ് ആഖിറത്തിൽ വിജയികളായി മാറാൻ മാതാപിതാക്കളെ നിങ്ങളുടെ മകനിലൂടെ കഴിയുമെങ്കിൽ ഈ ഭാഗ്യം ഉമ്മക്ക് കിട്ടിയ, ഈ ഭാഗ്യം പിതാവിന് സമ്മാനിച്ച ആ നദീറിലൂടെ ഒരു പക്ഷേ നദീറിന്റെ വിയോഗത്തിലൂടെയും വല്ലാതെ സമാധാനിക്കാൻ നിങ്ങൾക്ക് വകയുണ്ടെന്ന് മനസ്സിലാക്കുക. എത്രയോ ചെറുപ്പക്കാർ ഞെട്ടറ്റ് വീഴുന്നു, എത്രയോ ആളുകൾ ആക്സിഡന്റിൽ മരിച്ചു വീഴുന്നു. അതേസമയം അവർക്കൊക്കെ പിന്നീട് സമാധാനിക്കാനുള്ള വാചകങ്ങളില്ലാതെ വരുമ്പോ വല്ലാത്തൊരാവേശത്തിൽ സംതൃപ്തിയോടെ പരിശുദ്ധ ദീനിനെ സംബന്ധിച്ച് സമാധാനത്തോടെ ചിന്തിക്കാൻ കഴിയുന്ന അവസ്ഥാവിശേഷം അല്ലാഹു നിങ്ങൾക്ക് നൽകുകയാണ്. ഞാൻ ഓർത്തു പോകുന്നു, അതിൽ നദീറിന് ഒന്ന് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അവന്റെ കൂട്ടുകാരനിൽ നിന്ന് KSUവിന് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് പ്രവർത്തിക്കുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു. അവനോട് സംസാരിക്കുമ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ നദീർ സംവദിച്ചത് ഇങ്ങനെയാണ്: ഓ സുഹൃത്തെ, നീ KSUവിന്റെ വലിയ ലീഡറാണെങ്കിലും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർക്കും ആത്മീയമായ ചാനൽ സൃഷ്ടിക്കുന്ന ഞങ്ങളുടെ സംഘടനാ സന്ദേശം ഉൾക്കൊണ്ട് SSFന്റെ പ്രവർത്തകനായി മാറണം. നിനക്കൊക്കെ നല്ല വ്യക്തിപരമായ കഴിവുകളുള്ളത് ദീനിനു വേണ്ടി ഉപയോഗിക്കാൻ കഴിയണം. ആ സമയത്ത് ആ കൂട്ടുകാരൻ പറഞ്ഞു, നദീർ, നിന്റെ ക്ഷണം നിരസിക്കാൻ എനിക്ക് യഥാർത്ഥത്തിൽ മനസ്സില്ല. അതേസമയം ഞാനൊരു പൊളിറ്റിക്കൽ സ്റ്റുഡൻസ് ഓർഗനൈസേഷന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകനായി പോയല്ലോ എന്ന് പറയുമ്പോൾ രണ്ടാമത് നദീർ സംസാരിച്ചത്, ഓ കൂട്ടുകാരാ, നീ ഇന്ന് മരിച്ചു എന്ന് കരുതുക. മരിച്ചാൽ KSUവിന്റെ എത്ര പ്രവർത്തകരാണ്, അല്ലെങ്കിൽ SFI ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായിക്കോട്ടെ, റീത്തുകൾ സമർപ്പിച്ച് ആ ഖബറിന്റെ അടുക്കൽ നിന്ന് നിന്നെ യാത്രയാക്കിയ ഉടനെ അവർ പിരിയുകയാണ് ചെയ്യുക. എന്നാൽ ഞാൻ ഇന്ന് മരിച്ചാൽ SSFന്റെ എത്രയോ കൂട്ടുകാർ എനിക്ക് വേണ്ടി ദുആ ഇരക്കാനും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കാനും അവരൊരുമിച്ച് കൂടുമെന്ന് പറഞ്ഞ നദീർ ചെറിയ കുട്ടിയാണ്. SSFന്റെ സംഘടനയുടെ കറാമത്ത് കൊണ്ട് അവന് വരാൻ പോകുന്ന സംഭവം അവന്റെ നാവിലൂടെ സംസാരിക്കാൻ കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാളുകളേറെയായില്ല, പ്രതീക്ഷിച്ചതുപോലെയല്ല. ഒരുപാട് കാലം കൂടെ ഉണ്ടാകുമെന്ന് കരുതിയ നദീർ വളരെ പെട്ടെന്ന് യാത്ര പറയുന്ന രംഗമാണ് ആ കൂട്ടുകാരന് കാണാൻ കഴിഞ്ഞത്. മാത്രമല്ല, ആ കൂട്ടുകാരൻ പറയുന്നു, അവൻ പറഞ്ഞതുമാതിരി അല്ലെങ്കിൽ അവൻ പറഞ്ഞതിനേക്കാൾ ഉപരിയായി ഈ കൈപ്പമംഗലം പ്രദേശം മഹാനായ മർഹൂം കരീം ഹാജി നവ്വറല്ലാഹു മർഖദഹു ബഹുമാനപ്പെട്ട
സൂഫി വര്യന്റെ നേതൃത്വം കൊണ്ട് അവര് 40 വർഷക്കാലം ഒരു വേതനവും പറ്റാതെ നിരന്തരമായി സേവനം ചെയ്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പാഥേയത്തിലേക്ക് പാകപ്പെടുത്തിയ ഒരു നാട്ടിൽ സഹോദരങ്ങളെ, ധാരാളം ആളുകൾ ഇവിടുന്ന് മരണപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പേർ യാത്രയായിട്ടുണ്ട്. അതേസമയം ആ യാത്രയായ ആളുകൾക്കൊന്നുമില്ലാത്ത വലിയൊരു വ്യൂഹം ഇവന്റെ അനന്തര ചടങ്ങുകളിൽ സംബന്ധിക്കാനും അതുപോലെ ഈ കുടുംബത്തെ സമാശ്വസിപ്പിക്കാനും എത്തിയെങ്കിൽ നദീർ ഏറെക്കാലമൊന്നും ഇവിടെ പ്രവർത്തനപാതയിൽ വ്യക്തമായ മുദ്ര പതിപ്പിച്ചവരല്ല. 60 വർഷക്കാലം ഇവിടെ ജീവിച്ചവരല്ല. അതേസമയം ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിന്റെ വിശാലമായ വൃത്തത്തിനുമപ്പുറം ഒരു നല്ല പാകതയുള്ള ചിരിക്കുന്ന മകനായി, അനുജനായി, കൂട്ടുകാരനായി, ചെറിയ കുട്ടിയായി, SBS-കാർക്കൊരു നേതാവായി അവനിവിടെ വളർന്നു വന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുന്നി ബാലസംഘം കൊണ്ട് പിച്ചവച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ഖിദ്മത്തെടുക്കാൻ തുടങ്ങിയ ആ പ്രിയപ്പെട്ട നദീർ അതാ വളരെ വ്യക്തമായും ആ പ്രവർത്തനപാതയിൽ അവന്റെ കൂട്ടുകാരനോട് പറഞ്ഞ വാക്ക് അന്വർത്ഥമായി കാണുന്ന നിമിഷം ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മനസ്സാന്തരം വരികയാണ്. അയാൾ SSF-ന്റെ മെമ്പർഷിപ്പ് സ്വീകരിച്ചു, അഥവാ പ്രവർത്തകനായി മാറി. എന്ന് മാത്രമല്ല, ഈ ഡിവിഷനിൽ ഞാൻ സെക്രട്ടറി ഫഹദിനോട് അന്വേഷിച്ചപ്പോൾ പുതിയ യൂണിറ്റ് ആ കൂട്ടുകാരൻ സ്ഥാപിച്ച് നാട്ടിൽ പുതിയ SSF-ന്റെ യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കാൻ വരെ ആ നദീറിന്റെ ഒറ്റ വർത്തമാനം അന്വർത്ഥമായ സാഹചര്യം കണ്ടുകൊണ്ട് അനുഭവത്തിന്റെ ആ വെളിച്ചത്തിൽ ആ കൂട്ടുകാരൻ തയ്യാറായെങ്കിൽ, ഓ ബദറുദ്ദീൻ സാഹിബേ, ഇതിനേക്കാളും വലിയ ഭാഗ്യം എന്താണ് നിങ്ങൾക്ക് കിട്ടാനുള്ളത്? പുന്നാര ഹബീബ് റസൂലുള്ളാഹി പഠിപ്പിച്ചില്ലേ, ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദാ ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ മാർഗത്തിലേക്ക്, ഹിദായത്തിലേക്ക് ഒരാളെങ്കിലും വരാൻ കാരണമായി പോയാൽ ദുനിയാവും ദുനിയാവിലുള്ള സർവ്വതിനേക്കാളും ഖൈറാണ് എന്ന് പ്രഖ്യാപിച്ച പുന്നാര ഹബീബിന്റെ സുവർണാധരങ്ങളിൽ നടന്നു വീണ ആ ഓഫർ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വഹയ് മുഖേന ഉള്ളതാണ്. ആ ഓഫറിൽ ഒരു തുകയും ഒരളവും കുറയുകയില്ല. അത്രയും വലിയ ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയില്ലേ? നിങ്ങളുടെ മകനതിന് കാരണക്കാരനായില്ലേ? തീർച്ചയായും സമാധാനിക്കാമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ വളരെ ചുരുങ്ങിയ ജീവിത കാലഘട്ടത്തിനിടയിൽ അത്ഭുതമേറിയ നിരവധി അധ്യായങ്ങളാണ് നദീറിന്റെ ജീവിതത്തെ അല്പമൊന്ന് കേട്ടു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ അവനിൽ ഒരു മാർഗദർശി ഉണ്ടായിരുന്നു എന്ന് നിരന്തരം അവന്റെ സംഭാഷണത്തിലും പ്രവർത്തനത്തിലും അവന്റെ പ്രായോഗിക തലത്തിലെ ജീവിത രീതികളിലും ഒരു മാർഗദർശി ഉണ്ടായിരുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ആ മാർഗദർശിയെ കൂടുതൽ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതില്ല. അവന്റെ കൂട്ടുകാർക്കൊക്കെ അറിയാം. അവൻ നാഴികക്ക് 40 വട്ടം ഉച്ചരിക്കുന്ന ഓ ഖാലിദ് എന്ന് പറയുന്ന മാതൃകായോഗ്യനായ ഒരു പ്രവർത്തകൻ. പ്രിയ സഹോദരങ്ങളെ, ഖാലിദിനെ അറിയാത്ത യുവാക്കൾ ഇസ്ലാമിക ദഅ്വാ രംഗത്തൊരു സംഘടനയിലും ഉണ്ടാവുകയില്ല. SSF-ലില്ലെന്നല്ല, SYS-ലില്ലെന്നല്ല, കേരളത്തിലെ മുസ്ലിം യുവാക്കളിൽ ബഹുഭൂരിഭാഗം ആളുകളും മാതൃകായോഗ്യനായ ഒരു പ്രവർത്തകനെ പരിചയപ്പെടുമ്പോൾ ഒരു ആലിമല്ല, ഒരു സയ്യിദല്ല. അതേസമയം ആലിമിനും സയ്യിദിനും വരെ മാതൃക ഉൾക്കൊള്ളാൻ പക്വമായൊരു ജീവിതത്തിന്റെ സ്ഫുടമായ അന്തരീക്ഷം കെട്ടിപ്പടുത്ത് വിജയതിലകമണിഞ്ഞ മാതൃകായോഗ്യമായൊരു പ്രവർത്തകൻ ഒരു ഹുനൂദായ അവസ്ഥയിൽ, ശാശ്വതമായ അവസ്ഥയിൽ പ്രവർത്തക ഹൃദയങ്ങളിലും മാനസാന്തരങ്ങളിലും ഇന്നും ജീവിക്കുന്ന ഓ ഖാലിദ് എന്ന് പറയുന്ന പ്രസ്ഥാനമായി വളർന്ന പ്രവർത്തകൻ. ആ
ആ ഖാലിദിനെയായിരുന്നു നദീറിന് പ്രവർത്തന ഗോതയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടയാൾ. ആ ഖാലിദിനെ കുറിച്ച് എപ്പോഴും സംസാരിക്കുമായിരുന്നു. നസ്രുദ്ദീൻ ദാരിമിയുടെ സംഭാഷണത്തിൽ ഒരു മഹാനായ പണ്ഡിതന്റെ മകൻ കൂടിയാണ് അദ്ദേഹം എന്ന കാരണത്താൽ അദ്ദേഹത്തിന്റെ നാവിലൂടെ വന്നു, എനിക്ക് തോന്നുന്നത് ഒരു കൊച്ചു ഓ ഖാലിദാണെന്നാണ്. അല്ലല്ല, ഓ ഖാലിദിനെ നിഴൽ പോലെ പിന്തുടർന്നൊരു പ്രവർത്തകൻ തന്നെയാണ് നദീർ എന്ന് നമുക്ക് വായിച്ചെടുക്കാം സഹോദരങ്ങളെ. ഖാലിദിനെ കുറിച്ച് അവന് പറയാൻ 1000 വർത്തമാനങ്ങളായിരുന്നു ഉണ്ടായത്. ഖാലിദിനെ പോലെയാകണം എന്നെപ്പോഴും പറയുമായിരുന്നു. ഗൾഫിലേക്ക് പോയ ഉപ്പ മകനെ കാണാൻ വേണ്ടി വിളിച്ചു വരുത്തി സന്തോഷിക്കാനും വിശ്രമിക്കാനും കൊടുത്ത ടൈമിൽ പോലും നാട്ടിലെ SSFന്റെ പ്രവർത്തനത്തിന് വേണ്ടി അവിടെ ചുരുങ്ങിയ ആളുകളോട്, നാട്ടുകാരോട്, നാട്ടിൽ പ്രവർത്തിക്കുമ്പോൾ കുറെ സാമ്പത്തിക ബാധ്യത നമ്മുടെ യൂണിറ്റിന് വന്നു പോയിട്ടുണ്ട്, അത് നിവർത്തിത്തരണം എന്ന് പറഞ്ഞ് ആ സമയത്ത് പോലും പ്രവർത്തന ഗോതയിൽ വിശ്രമിക്കാത്തൊരു കൂട്ടുകാരനെയാണ് നദീറിലൂടെ കാണാൻ കഴിഞ്ഞത്. അൽഹംദുലില്ലാഹ്, ഖാലിദും ഗൾഫിലേക്ക് പോയപ്പോൾ ഖാലിദിന്റെ പ്രവർത്തനം അവസാനിച്ചു എന്നല്ല, കൂടുതൽ കരുത്തോടെ ഖാലിദ് അവിടെയും പ്രവർത്തിക്കുകയാണ്. ഖാലിദ് ഗൾഫിൽ നിന്ന് വരുമ്പോ ആദ്യം കയറിയത് സംഘടനയുടെ ഓഫീസിലാണ്. ഓഫീസിൽ കയറി അന്ന് ഫാക്സ് മെഷീൻ ഇല്ലാതിരുന്ന ഓഫീസിൽ അതിനുള്ള മെഷീൻ കൊണ്ട് കൊടുത്തിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഖാലിദിനെ ഈ ലോകത്ത് നിന്ന് വിട പറയിപ്പിച്ച മരണം എന്ന പ്രതിഭാസം ആ പ്രിയപ്പെട്ട ഓ ഖാലിദിനെ തേടിയെത്തിയത്. പ്രിയ സഹോദരങ്ങളെ, ആ ഖാലിദുമായി 10 മിനിറ്റ് നേരം ഒന്നടുത്ത് കിടന്ന് സംഭാഷണം നിർവഹിക്കാൻ ഒരു ക്യാമ്പിൽ, നിശാ ക്യാമ്പിൽ, മാഹിക്കടുത്ത് വെച്ച് നടന്ന ഒരു ക്യാമ്പിൽ വെച്ച് ഈ വിനീതൻ അവസരം ലഭിച്ചു. പക്ഷേ ആ 10 മിനിറ്റിൽ ഓ ഖാലിദിനെ മുഴുവനും മനസ്സിലാക്കാൻ പറ്റിയ വളരെ സുന്ദരമായ ഉപദേശ നിർദ്ദേശങ്ങളും തെക്കൻ കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന വ്യാപനത്തിന് ആസൂത്രിതമായ അനുഗ്രഹീതമായ പാതകളും വരച്ചു കാട്ടുന്നതിൽ വല്ലാതെ സ്വാധീനം ചെലുത്തിയ ഒരാളായി എനിക്ക് ഖാലിദിനെ അനുഭവപ്പെടുകയുണ്ടായി. ആ ഖാലിദിനെ മാതൃകയാക്കിയ നദീർ അവിടെ പോയി അവന്റെ പ്രായത്തിനനുസരിച്ച്, അവന്റെ പ്രവർത്തനത്തിനനുസരിച്ച് അല്ല, ഒരു പടി കൂടി മുന്നോട്ട് കയറി നാട്ടിലെ സുന്നി പ്രവർത്തനത്തിന് ആശ്വാസം പകരാൻ അവൻ ആ ഗൾഫിൽ പോയ ചെറിയ കിട്ടിയ സമയം പോലും ഉപയോഗിച്ചു. അതുകൊണ്ട് അവൻ ഓ ഖാലിദിന്റെ അനുയായിയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മാത്രമല്ല, ഫഹദിനോട് ചോദിച്ചപ്പോ സാഹിത്യോത്സവവുമായി ബന്ധപ്പെട്ട് പ്രതിഭകളായ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ആ സമ്മാനം കൊടുക്കുന്നത് ഓ ഖാലിദിന്റെ പുസ്തകം തന്നെ ആയിരിക്കണം. ഓർമ്മകളിലെ ഓ ഖാലിദ് എന്ന പേരിൽ നിരവധി എഡിഷനുകളിലായി ഈ പ്രസ്ഥാനം നെഞ്ചിലേറ്റിയ ആ പുസ്തകം തന്നെ ഈ വിജയികൾക്ക് നൽകണമെന്ന അവന്റെ നിർബന്ധം മാത്രം കാരണത്താൽ ഞങ്ങൾക്ക് സമ്മാനം കൊടുക്കുന്നത് കുറെ വൈകിക്കേണ്ടി വന്നു എന്ന് ഫഹദ് എന്നോട് സംസാരിക്കുകയുണ്ടായി. പ്രിയ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിനു വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിത്തിരിച്ച് ജീവിതം മുഴുവൻ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യന് കാഴ്ചവെക്കാൻ കഴിയുന്ന അധ്യായങ്ങളൊക്കെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഇവിടെ അവസാനിപ്പിച്ച് അതാ പരലോകത്തേക്ക് യാത്രയായ ആ ഓ ഖാലിദിനെ മഹാന്മാരായ പണ്ഡിത നേതൃത്വം പോലും വളരെ വ്യക്തമായി പരിചയപ്പെടുത്തുകയാണ്. മഹാനായ ശൈഖുന നൂറുൽ ഉലമ എം.എ. ഉസ്താദ് ഓ ഖാലിദിന്റെ അടുത്ത പതിപ്പ് പുറത്തിറക്കുന്ന വേദിയിൽ, അവന്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട വേദിയിൽ ഈ വിനീതനായ സാധുവായ ഞാനും കണ്ണൂരിലെ ടൗൺ ഹാൾ ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു, എനിക്കും അഥവാ എന്നെ പോലെയുള്ള പണ്ഡിതന്മാർക്കും ഓ ഖാലിദിൽ മാതൃകയുണ്ട് മക്കളെ. ആരാണ് പറയുന്നത്? ഇരുത്തം വന്നൊരു പണ്ഡിത നേതൃത്വം. വളരെ വ്യക്തമായും ഈ നമ്മുടെ നാട്ടിൽ ഇസ്ലാമിക വിദ്യാഭ്യാസ രംഗത്ത് മദ്രസ പ്രസ്ഥാനം എന്ന അത്ഭുതത്തിന് നന്ദി കുറിച്ച ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏക
ആലിമാണ് മഹാനായ MA ഉസ്താദ് അവറുകൾ. മദ്രസാ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ്. ആ മഹാനുഭാവൻ ജീവിക്കാൻ പലപ്പോഴും ഭൗതിക സൗകര്യങ്ങൾ നേടിയെടുക്കുന്നതിൽ മറന്നുപോയി എന്ന അനുഭവം എനിക്ക് പങ്കിടാനുണ്ട്. ഞാനിപ്പോ അതിലേക്ക് കടന്നു പോകുന്നില്ല. ഒരു വേള തീരെ സുഖമില്ലാതെ വീട്ടിലിരിക്കുമ്പോൾ കാണാൻ അവിടുത്തെ അടുത്തേക്ക് പോയി. അപ്പോൾ മകന്റെ അടുക്ക ചെന്നപ്പോൾ മകൻ പറഞ്ഞു, അപ്പുറത്ത് സഹോദരിയുടെ വീട്ടിലാണ് ഉപ്പയുള്ളത്. ഞാൻ ചോദിച്ചു, എന്തേ ഈ വീട്ടിലില്ലാതെ അപ്പുറത്തേക്ക് മാറിയിരിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ, സഖാഫി അതൊരു രഹസ്യമാണ്. ഒരു ബാത്ത് അറ്റാച്ച്ഡ് റൂം ഉപ്പാക്കി സുഖമില്ലാതെ വരുന്ന സമയത്ത് ഉപയോഗിക്കേണ്ടി വരുമെന്ന ഒരു കണക്കുകൂട്ടൽ നമുക്ക് പിഴച്ചുപോയി. ഉപ്പയും അത് ശ്രദ്ധിച്ചില്ല. അതുകൊണ്ടാണ് അതിന് സൗകര്യമുള്ള മകളുടെ വീട്ടിലേക്ക് താമസം മാറ്റിയതെന്ന് പറയുമ്പോ കോടിക്കണക്കിന് രൂപകൾ അവിടുത്തെ പവിത്രധന്യമായ കരങ്ങളിലിട്ട് ഈ സമുദായത്തിന്റെ പൊതുസമ്പത്താക്കിയ ജാമിയ സഅദിയ എന്ന ആ രംഗത്തുള്ള ആദ്യത്തെ സ്ഥാപനത്തിന് സേവന നിരതമായ പാത വെട്ടിത്തെളിയിച്ച ദിഷണാശാലിയും വലിയ ആലിമുമായ നൂറുൽ ഉലമ എന്ന അമരനാമത്തിൽ അറിയപ്പെടുന്ന ആ മഹാനുഭാവൻ അതാ ദീനീ സേവന രംഗത്തെ തിരക്കിനിടയിൽ തന്റെ വീട്ടിലേക്ക് തീരെ സുഖമില്ലാത്തൊരവസ്ഥയിൽ പോകുമ്പോ ഇത്തരമൊരു അത്യാവശ്യ ഘട്ടം നേരിടാനുണ്ടെന്ന ചിന്ത പോലും അവർക്ക് ചിന്തിക്കാൻ സമയം കിട്ടിയില്ല. നാം മനസ്സിലാക്കണം, ധാരാളം ശിഷ്യന്മാര് വളരെ സമ്പന്നരായ ആളുകളുണ്ട്. മുതഅല്ലിമീങ്ങൾ അറിഞ്ഞാൽ തന്നെ ആ പ്രശ്നം പരിഹരിച്ചു കൊടുക്കാനേ ഉള്ളൂ. അതുകൊണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ട് എന്നല്ല അതിനർത്ഥമാക്കേണ്ടത്. അത് മഹാനവറുകളെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് അവിടത്തേക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല. അതേസമയം എന്റെ അനുഭവം ഞാൻ വരച്ചു കാട്ടിയതാണ്. ആ മഹാനായ നൂറുൽ ഉലമ MA ഉസ്താദ് ജാടകളൊന്നുമില്ലാതെ പരിശുദ്ധ ഇസ്ലാമിക നേതൃരംഗത്ത് ദിഷണാ വൈഭവം കൊണ്ട് ഇന്നും കിടയറ്റ നേതൃത്വമായി നിലകൊള്ളുന്ന ജാമിയ സഅദിയ അറബിയയുടെ തലപ്പത്തും ഓൾ ഇന്ത്യ മുസ്ലിം വിദ്യാഭ്യാസ ബോർഡിന്റെ ചെയർമാനും ഒക്കെയായി ഇന്ന് നിലകൊള്ളുന്ന മഹാനുഭാവൻ അവര് പറയുന്നു, മരിച്ചുപോയ SSFന്റെ പ്രവർത്തകനായ ഓ ഖാലിദിൽ എനിക്കും മാതൃകയുണ്ട്. അതുപോലെ നദീറിൽ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ധാരാളം ആലിമീങ്ങൾ സംസാരിക്കുന്നു, കാരണവന്മാര് സംസാരിക്കുന്നു, നാട്ടുകാര് സംസാരിക്കുന്നു. എല്ലാവരും SSFകാരും SYSകാരും ഒന്നുമല്ല. എല്ലാവരും പറയുന്നു, ആ നദീറിൽ ഞങ്ങൾക്കൊക്കെ മാതൃകയുണ്ട്. ആ നദീറിന്റെ പ്രത്യേകമായ ആ വല്ലാത്ത വൈശിഷ്ട്യമുള്ള ആ പോക്ക് തീർച്ചയായും ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അമുസ്ലിം സുഹൃത്തുക്കളായ ആളുകൾക്ക്, അവനെ പഠിപ്പിച്ച അധ്യാപകർക്ക്, അവനുമായി ബന്ധപ്പെട്ട സർവ്വ വസ്തുക്കൾക്കും വല്ലാത്തൊരനുഭൂതിയാണ് അവന്റെ ജീവിതത്തിൽ അവന് സമ്മാനിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖാലിദിനെ പോലെ മരിക്കണമെന്ന് ആഗ്രഹിച്ച ആ പ്രിയപ്പെട്ട നദീർ യഥാർത്ഥത്തിൽ ഖാലിദിനെ പോലെ തന്നെയാണ് യാത്രയായത്.